ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ചിന്തിച്ചു നോക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവിന്റെ പിന്നാലെ നമ്മൾ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവിന്റെ പിന്നാലെ നമ്മൾ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ദുനിയാവ് നമ്മുടെ നേരെ വരട്ടെ. ഇത് പറയുമ്പോൾ നിങ്ങൾ ആരും കരുതണ്ട, നല്ല വസ്ത്രം ധരിക്കുന്നത് കൊണ്ടോ, നല്ല ചെരുപ്പ് ധരിക്കുന്നത് കൊണ്ടോ, നല്ല വാഹനം വാങ്ങുന്നത് കൊണ്ടോ, നല്ല വീട് വെക്കുന്നത് കൊണ്ടോ അതാണ് ദുനിയാവ് എന്ന് നിങ്ങൾ ആരും ചിന്തിച്ചു പോണ്ട. ഇതൊക്കെ ജീവിതത്തിൽ ഇഹലോകത്ത് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ ആസ്വാദനങ്ങളിൽ ഒന്നാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നല്ല വസ്ത്രം ധരിക്കണം, നല്ല ചെരുപ്പിടണം, നല്ല തുണി ഉടുക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വീട് വെക്കണം, നല്ല വണ്ടി വാങ്ങണം. കാരണം ഈ ദുനിയാവിലെ വിഭവങ്ങൾ, ദുനിയാവിന്റെ സൗകര്യങ്ങൾ, ദുനിയാവിന്റെ നന്മകൾ അല്ലാഹു റസൂൽ എണ്ണി പറഞ്ഞതിൽപ്പെട്ടതാണ് ഈ പറഞ്ഞതൊക്കെയും. അതൊന്നും ഒരിക്കലും നമുക്ക് അന്യമാകണ്ട. മനസ്സിനിണങ്ങിയ വീട് വെക്കാം, മനസ്സിനിണങ്ങിയ യാത്ര ചെയ്യാൻ പറ്റിയ വാഹനം വാങ്ങാം. പക്ഷെ ദുനിയാവിന്റെ പിന്നാലെ പരക്കം പായ എന്ന് പറഞ്ഞാൽ എങ്ങനാണ് ദുനിയാവിന്റെ പിന്നാലെ പരക്കം പായ എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരങ്ങളെ വീണ്ടും വീണ്ടും ആർത്തി ഉണ്ടാവുക. രാജാവിന്റെ കൊട്ടാരത്തിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, രാജാവേ, ഞാൻ പാവപ്പെട്ടവനാണ്, എനിക്ക് എന്തെങ്കിലും തരണം, അത്യാവശ്യമാണ്, ജീവിതത്തിൽ യാതൊന്നും ഇല്ലാത്തവനാണ്. രാജാവ് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് എന്ത് തന്നാലും ഞാൻ ആവശ്യക്കാരനാണ്, കാരണം എനിക്കിപ്പോ ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, നീ ഇവിടെ നിന്ന് നടക്കുക, എവിടെ നടന്നു നിൽക്കുമോ അവിടം വരെ നിനക്ക് എഴുതി തന്നേക്കാം. നീ എവിടം വരെ നടന്നു നിൽക്കുമോ അവിടം വരെ ഞാൻ അങ്ങ് എഴുതി തന്നേക്കാം എന്ന് പറഞ്ഞു. സന്തോഷമായി അയാൾ നടന്നു. കൊട്ടാര വളപ്പിലൂടെ കൊട്ടാരത്തിന്റെ തോട്ടങ്ങളിലേക്ക് അയാൾ ഇറങ്ങി. അയാൾ നടന്നു വിദൂരത്തേക്ക് എത്തിയപ്പോഴേക്കും അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ അധീനതയിൽ വന്ന ഭൂമി കണ്ടു. അയാൾക്ക് അത്ഭുതമായി. ഇത്രയും തനിക്കുള്ളതാണോ? അദ്ദേഹം ഓടാൻ തുടങ്ങി. കാരണം അല്പം കൂടി കിട്ടിയാൽ സന്തോഷമല്ലേ. ഇയാൾ ഓടി ഓരോ തോട്ടങ്ങൾ കീഴടക്കി പട്ടാളക്കാര് ഇയാൾ നിൽക്കുന്ന സ്ഥലം വരെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് കുതിരപ്പുറത്ത് കയറി. പക്ഷേ ഇയാളുടെ ഓട്ടം നിൽക്കുന്നില്ല. ഇയാൾ ഓടി കിതച്ച് അവസാന കൊട്ടാരത്തിന്റെ മറുഭാഗത്ത് വന്നു. ഇയാൾ കുറച്ചു നേരം അങ്ങ് നിന്നപ്പോഴേക്കും അദ്ദേഹത്തിന് ക്ഷീണം വന്നു. അയാൾ പതുക്കെ ഒന്ന് ഇരുന്നു. ഇരുത്തം അത് കിടത്തത്തിലേക്ക് എത്തി. ആ കിടത്തത്തിൽ അദ്ദേഹം കണ്ണുകൾ അടച്ചു. അയാളുടെ വായിലൂടെ നുരയും പതയും വന്നു. അയാളെ തൊട്ടു നോക്കുമ്പോഴേക്ക് ശ്വാസം നിലച്ചു. ആ മനുഷ്യൻ മരണപ്പെട്ടു. ബന്ധുക്കളെല്ലാവരും ഓടിയെത്തിയ ബന്ധുക്കൾ രാജാവിനോട് ചോദിച്ചു, ഇയാൾക്ക് കിട്ടാനുള്ളത് നമുക്കെങ്ങാനും കിട്ടാൻ വല്ല വകയുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല, ഇയാൾക്കുള്ളത് ഇയാൾക്ക് മാത്രമേ കിട്ടൂ, അതുകൊണ്ട് ഇയാൾക്കുള്ളത് വേറെ ആർക്കും വിരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യന് എന്ത് കൊടുക്കണമെന്ന ചിന്തയുടെ അവസാന ഉത്തരമാണ് ഈ കൊട്ടാര വളപ്പിൽ 6 അടി മണ്ണ് കൊടുക്കുക. അങ്ങനെ 6 അടി മണ്ണ് കൊടുത്തു ഇയാൾ അവിടെ കുഴിച്ചിട്ടു. ഇത് തന്നെയല്ലേ നമ്മുടെ ഭാഗത്തുണ്ടാവുന്നത്? രാവിലെ മുതൽ ഓടുകയാണ്. അവിടുത്തെ സ്ഥാപനം, ഇവിടത്തെ സ്ഥാപനം, അവിടത്തെ കട, ഇവിടത്തെ കട, അവിടത്തെ ജീവിതം, ഇവിടത്തെ കച്ചവടം. ഇത് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഓടി അവസാനം നമുക്ക് വിധിക്കപ്പെടുന്നത് എന്താണ്? പുത്തൻതെരുവിന്റെയും വലിയ കുളങ്ങരയുടെയും ചുറ്റുമൂലയുടെയും പുതിയകാവിന്റെയും കരുനാഗപ്പള്ളിയുടെയും ഓച്ചിറയുടെയും കായംകുളത്തിന്റെയും ഭാഗത്തെ മുസ്ലിം പള്ളികളിൽ ഒരു 6 അടി മണ്ണതിനപ്പുറം നമുക്കൊന്നും ലഭിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇത്ര മാത്രമാണ് നമുക്ക് ലഭിക്കുക. ഇതാണ് ദുനിയാവ്. അതുകൊണ്ട് നമുക്ക് കിട്ടിയത് നമുക്ക് സുഖിക്കാൻ കഴിയണം, ആസ്വദിക്കാൻ കഴിയണം. സമ്പത്ത് എന്ന് പറഞ്ഞാൽ, സമ്പന്നത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ടാക്കലല്ല. നമ്മൾ ഏറ്റവും നല്ല സമ്പന്നതയാണ്. അതുകൊണ്ടാണല്ലോ സോക്രട്ടീസ്, അലക്സാണ്ടർ ചക്രവർത്തി ലോകങ്ങൾ കീഴടക്കി ഓടുന്നതിനിടയിലാണ് ഡയോജനിസ് പിടിച്ചത്. ഡയോജനിസ് എന്ന ദാർശനികൻ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് ഈ ഓടുന്നത്? രാജ്യം കീഴടക്കാൻ വേണ്ടിയാണ്. ഏത് രാജ്യം? അടുത്ത രാജ്യം എനിക്ക് കീഴടക്കണം, അത് കഴിഞ്ഞാൽ അതിനടുത്ത രാജ്യം, അത് കഴിഞ്ഞാൽ അതിനടുത്ത രാജ്യം. ഓരോ രാജ്യങ്ങൾ കീഴടക്കി എനിക്ക് ഈ ലോകം മുഴുവനും കീഴടക്കണം. ഡയോജനിസ് എന്ന ദാർശനികൻ ചോദിച്ചു, അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഡ്യൂട്ടി എന്താ? എനിക്ക് നന്നായിട്ടൊന്ന് വിശ്രമിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ഡയോജനിസ് പറഞ്ഞു, വിശ്രമിക്കാനാണെങ്കിൽ ഇത്രയും വെട്ടിപ്പിടിച്ച് പാവങ്ങളെ കൊല്ലേണ്ട കാര്യമുണ്ടോ? ഞാനും എന്റെ നായയും കടൽ തീരത്ത് വിശ്രമിക്കുന്ന കണ്ടില്ലേ? ഡയോജനിസിന്റെ നായ അത് ചൂണ്ടിക്കാണിച്ചിട്ട് ഡയോജനിസ് പറഞ്ഞു, ഞങ്ങൾ വിശ്രമിക്കുകയാണ്, ഞങ്ങൾക്ക് ക്ഷീണമില്ല, ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ല, ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല, ഞങ്ങൾ ആരെയും കൊല്ലുന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്രമിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വെട്ടിപ്പിടുത്തം എന്തിന് എന്ന് ചോദിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദുനിയാവിന് വേണ്ടിയിട്ട് നമ്മൾ എക്കാലം ഓടിക്കൊണ്ടിരുന്നാൽ അവസാനം മരണത്തിലേക്ക് നമ്മൾ എത്തിച്ചേരൂ. പക്ഷേ നമ്മൾ അധ്വാനിച്ച്
അധ്വാനിച്ചുണ്ടാക്കി നമുക്ക് സുഖിക്കാൻ കഴിയണം. ഗൾഫിൽ പോകുന്നവരൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, പാവങ്ങളാ പ്രവാസികൾക്ക് വേണ്ടി ദ്വാരക്കാത്തൊരു വേദി നമുക്കില്ല. കാരണം അവരെല്ലാം അങ്ങോട്ട് തരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ട് അയക്കുന്നുണ്ടോ ഒന്നുമല്ല. പക്ഷേ അവരുടെ നാണയത്തുട്ടുകളും അവരുടെ റിയാലും അവരുടെ ദിർഹംസും അവരുടെയൊക്കെ സമ്പത്ത് അവരുടെയൊക്കെ വിയർപ്പിന്റെ മണമുള്ള നോട്ടുകളാണ് ഇവിടത്തെയൊക്കെ പള്ളികളും അറബി കോളേജുകളും സ്ത്രീകളുടെ വിവാഹവും അതുപോലെ തന്നെ പാവങ്ങളുടെ ചികിത്സാ സഹായവും ഒക്കെ. അല്ലാതെ ഒരിക്കലും നാട്ടിലുള്ള ആളുകൾക്ക് അകമഴിഞ്ഞ് സഹായിക്കാൻ ഒരു പരിമിതികളുണ്ട്. വിദേശ രാജ്യത്ത് നിൽക്കുന്ന ആളുകൾക്കാണ് അതിനൊക്കെ കൂടുതൽ സൗഭാഗ്യം അള്ളാഹു കൊടുത്തിട്ടുള്ളത്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ നോക്ക്, 35-40 വർഷമൊക്കെ ഗൾഫിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അവസാനം നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും കാലം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവിടെ 10 പേരുള്ള ഒരു ചെറിയ റൂമിനകത്ത് കഷ്ടപ്പെട്ട് അവര് കഴിക്കുന്ന ഭക്ഷണം വെറും കുബൂസും പച്ചവെള്ളം മാത്രമാണ്. അത് നാട്ടിലേക്ക് അയക്കുന്ന ദിർഹംസുകളും അതുപോലെ ദീനാറുകളും ഇവിടെ ഭാര്യമാര്, ഭർത്ത, മക്കള്, അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ ഏറ്റവും നല്ല സുഭിക്ഷമായ രീതിയിൽ ജീവിക്കുന്നു. അവസാനം ഈ ഗൾഫുകാരൻ മടങ്ങി നാട്ടിലേക്ക് വരുമ്പോഴോ ഇനിയെങ്കിലും നന്നായിട്ടൊന്ന് താൻ ഉണ്ടാക്കിയ വീട്ടിൽ സന്തോഷമായിരുന്നെന്ന് കഴിക്കാമെന്ന് കരുതിയാൽ നടക്കുവോ? നടക്കൂല. കാരണം വില കൂടിയ വിസ എടുത്ത്, വില കൂടിയ ടിക്കറ്റ് എടുത്ത് ഇവൻ പോയി, വില കൂടിയ ഭക്ഷണം നാട്ടിലയച്ചു, വില കൂടിയ വസ്ത്രം നാട്ടിലയച്ച്, വില കൂടിയ വീട് വെച്ചു കൊടുത്തു, വില കുറഞ്ഞ ഭക്ഷണവും വില കുറഞ്ഞ വസ്ത്രവും അവിടെ ധരിച്ച് അവസാനം വിലപ്പെട്ട ജീവൻ അവിടെ നഷ്ടപ്പെടുത്തിയിട്ട് വിലപ്പെട്ട ഗുളികളും കഴിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവൻ ഇവിടെ ആകെ പിന്നെ ജീവിക്കാൻ കഴിയുന്നത് ചപ്പാത്തിയിൽ മാത്രമാണ്. അല്ലെങ്കിൽ അവന് കഴിക്കാൻ പറ്റുന്നത് വളരെ കുറഞ്ഞ ഭക്ഷണം മാത്രമാണ്. ഇത്രയും നാൾ അധ്വാനിച്ചത് അവന് സുഖിക്കാനുള്ള യോഗമില്ല, അല്ലേ? അപ്പൊ നമുക്ക് അധ്വാനിക്കണം, അതനുസരിച്ച് നമുക്ക് സുഖിക്കാൻ കഴിയണം. ഇവിടെ ഇതൊക്കെ നമുക്കല്ലേ അനുഭവിക്കാൻ അള്ളാഹു തന്നിട്ടുള്ളത്. ഇതൊക്കെ നമുക്കാണ് അനുഭവിക്കാൻ അള്ളാഹു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ പണ്ഡിതനോട് ആ പ്രവാചകൻ ഉത്ബോധനം നടത്തി, ഒരിക്കലും ഈ ദുനിയാവിന്റെ പിന്നാലെ പരക്കം പായരുത്. കാരണം ഒരു വിശ്വാസിക്ക് പറ്റിയ ഭവനമല്ല. ഇതൊന്നാമത്തെ ഉപദേശം. ഇനി 2 കൂടിയുണ്ട്. 2 ഉപദേശം കൂടിയുണ്ട് നമ്മൾ പഠിക്കണം, നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ. മഹാനായ പ്രവാചകനെ പറഞ്ഞു പത്രേ. 2ാമത്തെ ഉപദേശം ഏതെന്നറിയോ? 2ാമത്തേത് ലാ തുസാഹിബ് ശൈത്താൻ ഫലൈസ ബിറഫീഖിൽ മുഅ്മിനീൻ. ഈ ശൈത്താനെ കൂട്ടുകാരനാക്കല്ലേ. കാരണം എന്തെന്നറിയോ? ശൈത്താനെ കൂട്ടുകാരനാക്കുന്നവർ അവനെ വിശ്വാസിക്ക് പറ്റിയ കൂട്ടുകാരനല്ല. ശൈത്താനെ കൂട്ടുകാരനാക്കല്ലേ, ശൈത്താനെ കൂട്ടാളിയാക്കല്ലേ. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സുഹൃത്തായി ശൈത്താനെ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. എന്തുകൊണ്ടെന്നറിയോ? ശൈത്താനെ നമുക്ക് പറ്റിയ കൂട്ടുകാരനല്ല. ആത്തമുൽ അസ്മ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പരിശോധിച്ച ആത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, നിങ്ങളെങ്ങനാണ് ഈ ഏറ്റവും വലിയ ഉൾക്കിട്ട ജീവിതത്തിലേക്ക് എത്തിയത്? മാനവരുടെ പുറകരം എന്നറിയോ? ദിവസവും നേരം വിളിക്കുമ്പോ രാവിലെ ശൈത്താൻ എന്നെ സമീപിക്കാറുണ്ട്. ആ ശൈത്താൻ എന്നോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ശൈത്താനെ ഞാൻ എന്റെ കൂട്ടുകാരനാക്കാത്തത് കൊണ്ടാണ് എനിക്ക് വിജയമുള്ളത്. ശൈത്താനെ കൂട്ടുകാരനാക്കാതെ ശൈത്താനെ ആട്ടി ഓടിക്കാതെ കഴിയുന്ന ചില മരുന്നുകൾ എനിക്കുണ്ട്. അതിൽ പ്രധാനമായി ആത്തമുൽ അസ്മ പറഞ്ഞതെന്തെന്നറിയോ? ആത്തമുൽ അസ്മ എന്ന് പറയുന്ന മഹാന്റെ ജീവിത കഥകളൊന്ന് പഠിച്ചു നോക്കിയ, അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളൊന്ന് പരിശോധിച്ച, ജീവിതത്തിൽ ഇത്രത്തോളം ഉൾക്കിട്ടമായ ജീവിതം നയിച്ച, ഇത്രത്തോളം നല്ല ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ദാർശനികനെ നമുക്ക് കാണാൻ കഴിയില്ല. ഏറ്റവും നല്ല ഉൾക്കിട്ട സ്വഭാവത്തിന്റെ ഉടമയായിരുന്ന ആത്തമുൽ അസ്മ റളിയല്ലാഹു തആല അൻഹു. സഹോദരങ്ങളെ, ആത്തമുൽ അസ്മ എന്ന് പറഞ്ഞാൽ തന്നെ കണ്ണ് കണ്ടുകൂടാത്ത ഹാത്തമെന്നാണ്. ആത്തമുൽ അസ്മ എന്ന് പറഞ്ഞാൽ ചെവിട് കേട്ടുകൂടാത്ത ഹാത്തമെന്നാണ്. ആത്തമുൽ അഅ്മ എന്ന് പേരുണ്ട്, കണ്ണ് കണ്ടുകൂടാത്ത ഹാത്തമെന്നും പേരുണ്ട്. എന്താണ് കാര്യമെന്നറിയോ? ഒരു ഹറാമ് കേട്ടിട്ടില്ല, ഹറാമ് കണ്ടിട്ടില്ല, ഹറാമ് മിണ്ടിയിട്ടില്ല. ജീവിച്ചിരിക്കുമ്പോ ഒരു ഹറാമ് പോലും സംസാരിച്ചിട്ടില്ല. ആത്തമുൽ അസ്മ റളിയല്ലാഹു അൻഹുവിന്റെ പിന്തലമുറക്കാര് കരുനാഗപ്പള്ളിയിലെ ധാരാളമുണ്ടല്ലോ. ഉസ്താദിന്റെ സ്മരണിക ഞാൻ വായിക്കുമ്പോ, ഉസ്താദിന്റെ സ്മരണികയിൽ എനിക്ക് വായിച്ചപ്പോൾ അത്ഭുതം തോന്നിയൊരു വാചകമുണ്ട്. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മനുഷ്യരാ, ജീവിതത്തിൽ ഇന്നേവരെ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മനുഷ്യരാ. എന്റെ സഹോദരങ്ങളെ, നമുക്കറിയുമല്ലോ 40 വർഷക്കാല ശൈഖ് മസ്ജിദിന്റെ മുമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന
ആദരണീയനായ റഈസുൽ ഉലമാ ശിഹാബുദ്ദീൻ ഉസ്താദ്, ആദരണീയനായ തഴവാ ഉസ്താദിന്റെ സദീർത്തിനാണ്, കൂട്ടുകാരനാണ്. അവരുടെ ചങ്ങാത്ത 40 വർഷത്തോളം നീണ്ടു നിന്നപ്പോ ഈ വർഷത്തിനിടയിൽ ഒരു ദിവസം പോലും അവരെ തമ്മിൽ കാണാതിരുന്നിട്ടില്ല. പരിശുദ്ധമായ ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ, ഹദീസുകളുടെ വരികൾക്കിടയിലൂടെ, തഫ്സീറിന്റെ വരികൾക്കിടയിലൂടെ ഓലയിട്ട് സഞ്ചരിക്കുന്നവരാ. കരിമ്പിൻ തോട്ടത്തിൽ ആന കയറിയതുപോലെ കിതാബുകളുടെ നിവർത്തി വെച്ചാൽ മഹാനായ ശൈഖുനാ തഴവാ ഉസ്താദ്, മഹാനായ റഈസുൽ ഉലമാ ശിഹാബുദ്ദീൻ ഉസ്താദ് ജീവിതത്തിൽ അത്രത്തോളം വലിയ ആത്മബന്ധം പുലർത്തിയിരുന്നവരാ. സഹോദരങ്ങളെ, നിങ്ങളുടെ നാട്ടുകാരനായ പണ്ഡിത സേവനെ പറ്റിയിട്ടാ ഞാൻ പറയുന്നത്. ഈ 40 വർഷത്തിനിടയിൽ ഒരു ദിവസം പോലും പരസ്പരമുള്ള സ്വകാര്യ ഭാഷണങ്ങളെ നടത്തിയിട്ടില്ലത്രേ. വീട്ടിലുള്ളവർക്ക് സുഖമാണോ എന്ന് ചോദിച്ചിട്ടില്ലത്രേ. ദുനിയാവിന്റെ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടില്ലത്രേ. കാരണം അത്രത്തോളം ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയിരുന്ന മഹാരഥന്മാരാ. കറാഹത്ത് പോലും ചെയ്യാത്ത മഹാനായിരുന്നല്ലോ തഴവാ ഉസ്താദ്. അത്രത്തോളം മഹത്വത്തിന്റെ ഉടമയായിരുന്ന തഴവാ ഉസ്താദ്. ആത്തമുള്ള സമ്രതിയല്ലാകുന്നതിന്റെ കഥ എങ്ങനെ തന്നെയാണ്. ആത്തമുള്ള സമ്മിന് എന്തേ ഹാത്തമുള്ള കണ്ണുപൊട്ടനായ ചെവിടുപൊട്ടനായ ഹാത്തമെന്ന് പേര് വരാനുള്ള കാരണമെന്തെന്നറിയോ? അദ്ദേഹം ഒരു ദിവസം നടന്നു വരുന്ന വഴിയിലാണ് കുറെ പെണ്ണുങ്ങൾ നിൽക്കുന്നത്, കുറെ സ്ത്രീകൾ നിൽക്കുന്നത് കണ്ടപ്പോ ആത്തമുള്ള സമ്രതിയല്ലാതെ പെട്ടെന്ന് ഇവിടെ നിന്നു. എന്നിട്ട് കണ്ണ് കണ്ടുകൂടാത്തതിനെ പോലെ തപ്പിത്തടഞ്ഞ് നടക്കാൻ തുടങ്ങി. കുറെ ചെറുപ്പക്കാരവിടെ നിൽപ്പുണ്ട്. അവരോടി വന്ന് ആത്തമുള്ള സമ്മതങ്ങളുടെ കൈപിടിച്ചിട്ട് റോഡ് മുറിച്ചിട്ട് മറുകരയെത്തിക്കുകയാ. ആ സമയത്ത് ചെറുപ്പക്കാർ ഈ കരുതി പോയി പാവപ്പെട്ടവനാണ്, കണ്ണ് കണ്ടുകൂടാത്തവനാണ്. ഈ മനുഷ്യനവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് ആ ചെറുപ്പക്കാരെ ദുആ ചെയ്യുന്നെന്നറിയോ? അല്ലാഹുവേ, ഈ മനുഷ്യനെ പോലെ ഞങ്ങളെയും നീ അന്തരാക്കല്ല അല്ലാ. ആരോഗ്യമുണ്ട്, പക്ഷേ ഈ മനുഷ്യനെ കണ്ണു കാണില്ലല്ലോ അല്ലാ. ഈ മനുഷ്യനെ പോലെ ഞങ്ങളെയും നീ അന്ധനാക്കല്ല അല്ലാ. ഉള്ളിൽ ഊരി ചിരിച്ചു. ഹാത്തമുള്ള സമ്മതങ്ങൾ എന്തുകൊണ്ടാ? ഹാത്തമുള്ള സമ്മതങ്ങൾ അന്ധനല്ല. പെണ്ണുങ്ങൾ നിന്നപ്പോ, സ്ത്രീകൾ നിന്നപ്പോ, അന്യ പെണ്ണുങ്ങൾ നിന്നപ്പോ അത് കാണേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് കണ്ണുപൊട്ടനെ പോലെ അഭിനയിച്ചതാ. സഹോദരങ്ങളെ, ഈ ഹാത്തമുള്ള സമ്മ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൂക്ഷ്മതയുള്ള മനുഷ്യനാ. ഈ മനുഷ്യന്റെ മുമ്പിലാണ് ആളുകൾ ചോദിച്ചത്, ഇത്ര ഉൾക്കെട്ട സ്വഭാവ ഗുണത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഇത്രത്തോളം ഉയരാനുള്ള കാരണം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ശൈത്താന്റെ കൂട്ടുകാരനല്ല. എല്ലാ ദിവസവും രാവിലെ ശൈത്താൻ എന്റെ അടുത്ത് വരാറുണ്ട്. എന്നിട്ട് ശൈത്താൻ എന്നോട് ചോദിക്കാറുണ്ട്, ഇന്നെന്താണ് തിന്നുക, ഇന്നെന്താണ് ഉടുക്കുക, എവിടെയാണ് കിടക്കുക? ഈ 3 ചോദ്യം എന്നോട് ചോദിക്കുമ്പോ ഞാൻ അവരോട് കൊടുക്കുന്ന മറുപടി എന്തെന്നറിയോ? ഞാനെന്ന് കഴിക്കുന്നത്, ഞാനെന്ന് രുചിക്കുന്നത് അത് മരണമാണ്. ഞാനെന്ന് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം എന്റെ മരണമാണ്. അങ്ങനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം എന്ന് പറയുന്നത് കഫൻ പുടവയാണ്. ഞാൻ താമസിക്കാ കൊടുക്കുന്നവനും കബറാ. എനിക്ക് വേണ്ടത് കബറാണെന്ന് ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ കേൾക്കുന്ന ശൈത്താൻ പിന്നെ എന്നോടൊപ്പം കൂടൂല. ആരുടെ ജീവിതത്തിൽ കഴിക്കുന്നത് മരണമാണെന്ന് പറയൂ. ഞാൻ കഴിക്കുന്നതെന്ന് മരണമാണ്. ഞാൻ എടുക്കുന്നത് കഫൻ പുടവയാ. ഞാൻ കിടക്കുന്നത് ഖബറിലാ. ഇത് പറയാൻ കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന്റെ അടുത്ത് ശൈത്താൻ വരില്ല. ആത്തമുള്ള സമ്മറിയല്ലാവെന്ന് പറഞ്ഞുണ്ട്. സഹോദരങ്ങളെ, ദിവസവും നമ്മൾ ഓതാറുണ്ടല്ലോ സൂറത്ത് യാസീനിലൂടെ അല്ലാഹു തആല നമ്മളോട് പറഞ്ഞതെന്താണ്? അലം അഹദിയിലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ഒരിക്കലും നിങ്ങളെ ശൈത്താനെ ആരാധിക്കല്ലേ, ശൈത്താനെ വഴിപ്പെടല്ലേ, ശൈത്താന് പറയുന്നത് കേൾക്കല്ലേ. ഇന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. അല്ലാഹു പറഞ്ഞു കുടിക്കാൻ പറഞ്ഞ് നമ്മൾ കുടിക്കാറില്ല. മൗലങ്ങൾ പറഞ്ഞു കുടിക്കാൻ പറഞ്ഞത് കുടിക്കാറില്ല. ശൈത്താന് കുടിക്കാൻ പറഞ്ഞതല്ലേ കുടിക്കുന്നത്.
അല്ല പറഞ്ഞത് ഉടുക്കുന്നില്ല, റസൂല് പറഞ്ഞത് ഉടുക്കുന്നില്ല. പക്ഷെ ശൈത്താൻ പറഞ്ഞ നമ്മൾ ഉടുക്കുന്നുണ്ട്. അല്ല പറഞ്ഞിടത്ത് കിടക്കുന്നില്ല, റസൂല് പറഞ്ഞിടത്ത് ഉറങ്ങുന്നില്ല. ശൈത്താൻ പറഞ്ഞിടത്ത് ശയിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ഇതാണ് നമ്മുടെ പ്രത്യേകത. ശൈത്താൻ എന്തു പറയോ നമ്മൾ കേൾക്കും. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അലം അഅ്ഹദു ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅ്ബുദു ശൈത്താൻ. നിങ്ങളോട് ഞാൻ മുന്നറിയിപ്പ് തന്നില്ലയോ, നിങ്ങളെ ഞാൻ ഭയപ്പെടുത്തിയില്ലയോ, നിങ്ങളോട് ഞാൻ കരാറ് പറഞ്ഞില്ലയോ, നിങ്ങൾ ശൈത്താനെ ആരാധിക്കരുത്. വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തുൽ മുസ്തഖീം. എന്നെ നിങ്ങൾ ആരാധിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ സഹോദരങ്ങളെ, ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ നിലവില് ഖുതുബ ഓതിക്കൊണ്ട് നിൽക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, പള്ളികളിലൊക്കെ സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയാൻ മടിക്കുന്ന ആളുകളുണ്ട്. പ്രവാചകന്മാരുടെ പേര് പറയുമ്പോ സ്വലാത്ത് ചൊല്ലാൻ മടിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവരുടെ ഇടയിൽ തമാശയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ശൈത്താനെന്ന് പറഞ്ഞു നോക്കണം. ഇരിക്കുന്ന എല്ലാവരും ചാടി എഴുന്നേറ്റ് ലഅനത്തുല്ലാഹി അലൈഹി പറയും. കാരണം ഇത്ര ദേഷ്യമാണ്, അത്ര ദേഷ്യമാണ് ഷൈത്താനോട് വലിയ ദേഷ്യമാണ്. ഷൈത്താന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ലഅനത്തുല്ലാഹി അലൈഹി ഉറക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ, എന്ത് യോഗ്യതയാ നമുക്ക് ഷൈത്താന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്ത് പറയാൻ? നമുക്കെന്ത് യോഗ്യതയാ ഉള്ളത്? ഈ വലിയ കുളങ്കരയിൽ ആർക്കാണ് ശൈത്താന്റെ പേര് കേൾക്കുമ്പോ ലഅനത്തുല്ലാഹി അലൈഹി പറയാനുള്ള യോഗ്യതയുള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്റെ കാര്യം ഞാൻ ചിന്തിക്കണം. രാവിലെ ഒരു മനുഷ്യൻ പ്രഭാത സവാരിക്ക് ഇറങ്ങി, അയാളെ നടക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു ആഗതൻ വന്നു, ഞാനും കൂടെ കൂടട്ടെ എന്ന് ചോദിച്ചു. ചങ്ങാത്തമല്ലേ, സംസാരിക്കാമല്ലോ. സംസാരപ്രിയനായ മനുഷ്യനോടൊപ്പം കൂടി രണ്ടുപേരും നടന്ന് ചുരുക്കി പറഞ്ഞാൽ രാത്രി സായാഹ്ന സവാരിയും കഴിഞ്ഞ് രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് പായ വിരിച്ചപ്പോൾ ഈ ആഗതനായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ പോവാണ്, ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. ആ സമയത്ത് രാവിലെ നടക്കാൻ വേണ്ടി ഇറങ്ങി ആഗതനെ സ്വീകരിച്ച ആ മനുഷ്യൻ ചോദിച്ചു, പത്രേ, നീ പെട്ടെന്ന് എന്നിൽ നിന്ന് ഓടി അകലുന്നു, നീ ആരാണെന്ന് ഇതുവരെ പറഞ്ഞില്ല. പറയാം എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഇനിയെങ്കിലും പറ, ആരാണ് നീ? വന്നയാള് പറഞ്ഞു, ഞാൻ ശൈത്താനാ, ഞാൻ പിശാചാ. നീയാണോ പിശാച്? അത് പോട്ടെ, നീ എന്താ പെട്ടെന്ന് ഇപ്പൊ അങ്ങോട്ട് പോകാൻ കാരണം? ഇനി ഇവിടെ നിൽക്കില്ല എന്ന് പറയാൻ കാരണം എന്താണ്? ആ മനുഷ്യനോട് ശൈത്താൻ പറഞ്ഞു, പത്രേ, ഞാൻ ഒരു സുജൂദ് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയുടെ മുന്നിൽ ഒഴിവാക്കിയതിന്റെ പേരിലാണ് ഇന്ന് ഞാൻ മുഴുവൻ ശാപത്തിനും പാത്രീഭൂതനായത്. അള്ളാഹുവിനെ ഞാൻ സുജൂദ് ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ അല്ല പറഞ്ഞ ഒരു സൃഷ്ടിയുടെ മുമ്പിൽ ഒരു സുജൂദ് ഞാൻ ഒഴിവാക്കിയപ്പോൾ അള്ളാഹു എന്നെ ശപിച്ചു, ജനങ്ങൾ എന്നെ ശപിക്കുന്നു. ഞാൻ ശാപത്തിനിരയായി ശപിക്കപ്പെട്ടവനായി ഞാൻ മാറി. എന്നാൽ നിന്നോടൊപ്പം ഞാൻ രാവിലെ നടക്കാൻ ഇറങ്ങി, നീ സുബഹി നിസ്കരിച്ചില്ല, ലോഹർ നിസ്കരിച്ചില്ല, അസ്ർ നിസ്കരിച്ചില്ല, മഗ്രിബ് നിസ്കരിച്ചില്ല, ഇശാ നിസ്കരിച്ചില്ല. നീ എത്ര സുജൂദാ ഒഴിവാക്കിയത്? നീ എത്ര സുജൂദാണ് ഒഴിവാക്കിയത്? 17 റക്അത്ത് നിസ്കരിക്കേണ്ട നീ ആ റക്അത്തുകളിൽ എത്ര സുജൂദാണ് നീ ഒഴിവാക്കിയത്? ഇത്രയും സുജൂദുകൾ ഒഴിവാക്കിയതും നീ റബ്ബിനുള്ള സുജൂദാണ്. ഇനി നിന്റെ കൂടെ നിന്നാൽ പടച്ചോന്റെ ശിക്ഷ ഇറങ്ങിയ താങ്ങാൻ എന്നെ കൊണ്ട് കഴിയില്ല, അതുകൊണ്ട് ഞാൻ പോവാൻ. ഒരു സൃഷ്ടിയുടെ മുമ്പിൽ ഒരു സുജൂദ് ഒഴിവാക്കിയപ്പോ അള്ളാഹു ശപിച്ചെങ്കിൽ സൃഷ്ടാവിന്റെ മുമ്പിൽ നിങ്ങളൊന്ന് ചിന്തിച്ച സഹോദരങ്ങളെ. ഇപ്പൊ ഈ പ്രളയം വന്നപ്പോ ജയ്സൽ എന്ന് പറയുന്ന സഹോദരൻ, ജയ്സൽ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ കഥ നമ്മൾ വായിച്ചു. വൈറലായ ഈ പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ജയ്സൽ. മത്സ്യത്തൊഴിലാളിയാണ്, കടൽ തൊഴിലാളിയാണ്. ആ സഹോദരൻ ഏതോ ഒരു സഹോദരിക്ക് കയറാൻ കാലിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ വള്ളത്തിന്റെ മുമ്പിൽ ഒന്ന് കമിഴ്ന്ന് കിടന്നുകൊടുത്തു. ഒരു ചവിട്ടുപടിയായി ആ സഹോദരിക്ക് കയറാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ ഭാവി പ്രധാനമന്ത്രി, ഭാവി പ്രതീക്ഷ, രാജ്യത്തിന്റെ ഭാവി പ്രതീക്ഷ രാഹുൽ ഗാന്ധി വന്ന് കെട്ടിപ്പിടിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തിനേറെ ഒരു ഷോപ്പിന്റെ ഒരു കാറിന്റെ നിർമ്മാതാവ് ഒരു പുതിയ കാറ് കമ്പനി ഇറക്കിയതിന്റെ താക്കോല് കൊടുത്തിട്ട് പുതിയ കാർ നീ എടുത്തോ എന്ന് പറഞ്ഞു. സംഘടനകൾ മുഴുവനും വീട് വെക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ചെയ്തു കൊടുത്തു. ജയ്സലിനെ പിന്നെ ഏറ്റവും വലിയൊരു പ്രതീകമായി ആളുകൾ അവരോധിച്ചു. അല്ലേ, ഒരു പെണ്ണിന്റെ മുമ്പിൽ ഒന്ന് കമിഴ്ന്ന് കിടന്നു കൊടുത്തപ്പോൾ ഇയാൾ ആരായി?
ഇയാളെ കെട്ടിപ്പിടിച്ചതാരാ? ഇയാൾ ആരാ സൽക്കാരം നടത്തിയത്? ഇയാൾക്ക് ആരാ സ്വീകരണം കൊടുത്തത്? ഇയാൾക്ക് എന്തൊക്കെ വിഭവസമൃദ്ധമായ ഭക്ഷണം കിട്ടി? ഇയാൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ഭൂമിയിൽ ചെയ്തു കൊടുക്കാൻ ആളുകൾ ഉണ്ടായി? അപ്പൊ അള്ളാന്റെ മുമ്പിൽ ഒന്ന് കുനിഞ്ഞാലോ? പടച്ചോന്റെ മുമ്പിൽ നമ്മളൊന്ന് കുനിഞ്ഞാലോ? അതാണ് പറഞ്ഞത്, അനുസ്യൂത പ്രവാഹമായ അനുഗ്രഹങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി ആരാധിക്കും, ശൈത്താനെ നിങ്ങൾ ആരാധിക്കരുത്. ഞാൻ 6 അടയാളങ്ങൾ ഇൻഷാ അല്ലാഹ് 2 ആയത്തുകളിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തിയ 6 അടയാളങ്ങൾ ഞാൻ പറയും വളരെ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ. ഈ 6 അടയാളങ്ങൾ ഈ കേൾക്കുന്നവരിലോ ഈ പറയുന്ന എന്നിലോ സംഘടിപ്പിച്ച സംഘാടകരിലോ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, നമ്മൾ ഏറ്റവും നല്ല ശൈത്താന്റെ ഏറ്റവും നല്ല ഫ്രണ്ട്സാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. 2 ആയത്തുകളിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തിയ 6 അടയാളങ്ങൾ ഉണ്ടെങ്കിൽ സ്ത്രീകളൊക്കെ ഒന്ന് കേട്ടോളി. ഈ അടയാളം ആരിലുണ്ടോ ആർക്കും സങ്കടവും തോന്നരുത്, ആർക്കും വിഷമമൊന്നും തോന്നരുത്. ഞാൻ പറയുന്നത് ഖുർആനാണ്. നിങ്ങൾക്ക് ആരുമായിട്ടോ ചോദിക്കാം, ആരോടോ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ഉണ്ടോ എന്ന് അന്വേഷിക്കാം. സൂറത്തുൽ മാഇദയിലെ ആയത്താണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. 4 അടയാളം അതിനകത്തുണ്ട്. ഈ 4 അടയാളമുള്ളവര് ശൈത്താന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹ് പറഞ്ഞല്ലോ, ഇന്നമാ യുരീദു ശൈത്താനു അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. അല്ലാഹ് പറയുകയാണ്, ഇന്നമാ യുരീദു ശൈത്താനു അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് ഈ 4 അടയാളങ്ങൾ ഒരു ആയത്തിലും സൂറത്തിലും ആയതിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാ. സഹോദരങ്ങളെ, കള്ളം നിരോധിച്ച ആയത്തുകളിലാണ് ഇത് പരാമർശിക്കുന്നത്. കള്ളം ചൂതാട്ടത്തെ പറ്റി പറയുന്ന ആയത്തിലാണ് അല്ലാഹുവിന്റെ പരാമർശമുള്ളത്. ഏത് കള്ളാണെന്നറിയുമല്ലോ, മണിയുടെ ചാലക്കുടി പോലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കരുനാഗപ്പള്ളിയുടെ പിന്നിലാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു തിരുവോണ നാളിലും പുതുവർഷ പുലരിയോ വിവരേതിന്റെ കണക്കിൽ ആദ്യം വന്നത് കരുനാഗപ്പള്ളിയാ, രണ്ടാമതാണ് തൃശൂർ ചാലക്കുടി വന്നത്. ആ കള്ളല്ലാഹു അവതരിപ്പിച്ച കള്ള നിരോധനത്തിന്റെ അവസാന ഘട്ടമായ പിറക്കിയ സൂറത്തുലുമായിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്, ഇന്നമാ യുരീദു ശൈത്താനു അയ്യൂഖിയ ബൈനകുമുൽ അദാവാ. നിങ്ങളുടെ ഇടയിൽ ശത്രുത ആരുടെ ഇടയിലൊക്കെ ഉണ്ടോ, ആരൊക്കെയാണെങ്കിലോ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകാം, വ്യത്യസ്ത സംഘടനകൾ ഉണ്ടാകാം. സംഘടനകൾ ഏതോ ആകട്ടെ, പാർട്ടികൾ ഏതുമാകട്ടെ, ഏതോ ആകട്ടെ, മനുഷ്യന് നന്നായാ മതിയല്ലോ, മനുഷ്യന് നന്നായാ മതി. പാർട്ടി ഏതോ ആകട്ടെ, ഏത് സംഘടനയോ ആകട്ടെ, പരസ്പരം ശത്രുതയുണ്ടോ നിങ്ങളുടെ മനസ്സുകളിൽ പരസ്പരം ശത്രുതകളുണ്ടോ? എന്നാൽ സഹോദരങ്ങളെ, ശൈത്താനങ്ങളെ പിടികൂടിയിരിക്കുകയാ. നിങ്ങൾ ശൈത്താന്റെ ഏറ്റവും അടുത്ത ആളുകളാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ശത്രുത ആരുടെ മനസ്സിലുണ്ടോ പരസ്പരം ശത്രുതയുള്ളവരല്ല. സഹോദരങ്ങളെ, ശൈത്താന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത്, നിങ്ങളോട് ചെയ്യുന്ന എല്ലാ വാഗ്ദാനങ്ങളും ശൈത്താന്റെതാണ്. പരസ്പര ശത്രുത ഉണ്ടാക്കുന്നവരെന്ന് വലിയ കാരണങ്ങളൊന്നും വേണ്ട, ഇന്ന് വലിയ കാരണങ്ങളൊന്നും വേണ്ട, നിസ്സാര കാരണങ്ങൾ മതി പരസ്പരം പിണങ്ങി നിൽക്കാൻ, പരസ്പരം പിണങ്ങി നിൽക്കാൻ. കുടുംബത്തോട് പോലെ പിണങ്ങി കഴിയുന്നവരില്ലേ? വലിയ വിളങ്കരയിലെ കോട്ടുമല ബാപ്പു ഉസ്താദിന്റെ മകരെ, സഹോദരങ്ങളെ, ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ, ഈ ലോകത്തിനുള്ളവരുടെ പറയുന്ന സെക്കൻഡ് വരെ ഒരു വലിയ മനുഷ്യനായി ജീവിച്ച് ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ ഗുണങ്ങളോടെ ജീവിച്ച നല്ല വാപ്പാന്റെ മോന്, കോട്ടുമല ഉസ്താദിന്റെ പ്രിയപ്പെട്ട മോന് ബാപ്പു ഉസ്താദ് എന്ന് പറയുന്നത് നമ്മളെല്ലാം കേട്ടതാണ്. സഹോദരങ്ങളെ, ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുമ്പോ തന്നെ അതിനു മുമ്പും തന്നെ ഒരു ചാലക ശക്തിയാണ്. ഏത് സമയത്തും അനങ്ങിക്കൊണ്ടിരിക്കുന്ന ശരീരമാണ്, ഏത് സമയത്തും ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മ പോരാളിയാണ്, ധീരനായ പോരാളിയാണ്. ആ കോട്ടുമല ബാപ്പു ഉസ്താദിന്റെ പേരിലുള്ള നഗരി പരിശുദ്ധമായ റബീഉൽ ആഖിർ മാസത്തിന്റെ 2ാമത്തെ ദിവസത്തിന്റെ 3ാമത്തെ പകലിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഈ
ഇൽമിന്റെ മജ്ലിസിലാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ പാരാവാരം മാലാഖമാർ നാല് ഭാഗത്ത് വിന്യസിക്കപ്പെട്ട ഈ സദസ്സില് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇവിടെ നിങ്ങൾ ഇരുന്ന് മരിച്ചാ നിങ്ങൾ രക്ഷപ്പെട്ടവരാണ്. കാരണം അല്ലാഹുവിന്റെ ഭൂമിലോകത്ത് സ്വർഗത്തിന്റെ രണ്ട് സ്ഥലങ്ങളാണ്. അതിലൊരു സ്ഥലം ബാബൈന ഖബരീവനും ബരീറൗലത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ മിമ്പറിന്റെയും എന്റെ വീടിന്റെയും ഇടയിലുള്ള സ്ഥാനം അത് റിയാദിൽ ജന്നയാണ്, സ്വർഗത്തിന്റെ തോപ്പാണെന്ന് പറഞ്ഞു. അവിടെ നിൽക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ 60,000 മുടക്കളവ്, ഹജ്ജ് സീസണിലാണെങ്കിൽ 2.25 ലക്ഷം മുടക്കളവ്. അവിടെ ചെന്നാൽ ഇറാനികളുടെയും ഇറാഖികളുടെയും പാകിസ്ഥാനികളുടെയും മുമ്പിൽ നമ്മളൊരു ചെറിയ മനുഷ്യന്മാരാ. അവരോട് മത്സരിച്ചിട്ട് വേണം ചാടിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ അവിടെ കൂടാൻ. എന്നാൽ സഹോദരങ്ങളെ ഇവിടെ ഒന്നുമില്ല. 60,000 മുടക്കണ്ട, ലക്ഷക്കണക്കിന് രൂപ മുടക്കണ്ട, ഇവിടെ നിങ്ങളൊന്നും കൊടുക്കണ്ട. ഇവിടെ തിരിക്കുന്ന കസേരയിൽ വന്ന് നിങ്ങൾക്ക് സുഭിക്ഷമായി നിങ്ങൾക്ക് സന്തോഷമായി ഇവിടെ ഇരുന്ന് കേൾക്കാൻ പറ്റുന്ന സുസജ്ജമായ ഒരു സദസ്സ് സംഘടിപ്പിക്കുമ്പോ, ഈ സദസ്സിൽ വന്നിരിക്കുമ്പോൾ, ഈ സദസ്സിനകത്ത് നിന്ന് ദീനിയെ മതവിക്കാൻ സദസ്സുകളെ കേൾക്കുമ്പോ, ഈ സദസ്സ് ഏത് സദസ്സാണ്? അൽ മജ്ലിസുൽ ഇൽമി റൗലത്തുൻ മിൻ റിയാദിൽ ജന്ന. മജ്ലിസുൽ ഇൽമി റൗലത്തുൻ മിൻ റിയാദിൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ തോപ്പുകളുടെ തോപ്പാണ് ഈ ഇൽമിന്റെ മജ്ലിസ്. ഇവിടെ ഇരിക്കുന്ന ടെസ്റ്റ് ഡോസാണ്. ഇവിടെ ഇരിക്കാൻ ഭാഗ്യം ലഭിച്ചവന് അല്ലാഹുവിന്റെ റിയൽ സ്വർഗ്ഗത്തിൽ ഇരിക്കാൻ ഭാഗ്യം കിട്ടും, സംശയമില്ല. കാരണം അല്ലാഹുവിനെ വിശാലമാക്കിയവനെ ഇവിടെ ഇരിക്കാൻ കഴിയോ? 2 മണിക്കൂർ ഇവിടെ യാതൊന്നും വിളമ്പുന്നില്ല. ഇവിടെ ഗാനമേളയില്ല, മോണോവാട്ടില്ല, മിമിക്രിയില്ല, ഒന്നുമില്ല. ഇവിടെ ആയത്തുകളാണ് പറയുന്നത്, ഹദീസുകളാണ് പറയുന്നത്, പൂർവ്വസൂരികളുടെ കഥകളാണ് പറയുന്നത്. അത് ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കാൻ ക്ഷമയുള്ളവർ മോശക്കാരല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ പെങ്ങളെ, ഈ സരസിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരി, ഏതെങ്കിലും ഒരു സഹോദരൻ ഈ സരസിലെ കുടുംബ ബന്ധം ചേർക്കാതെ ഇരുന്നു കഴിഞ്ഞാ, ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളിലോ പെണ്ണുങ്ങളിലോ സംഘാടകരിലോ പറയുന്ന എന്നിലോ എന്റെ ഈ സദസ്സിൽ ഇരിക്കുന്നവരിലോ ആരെങ്കിലും ഒരാള് കുടുംബ ബന്ധം മുറിച്ചിട്ടാണിരിക്കുന്നതെങ്കിൽ, വാപ്പയുടെ കുടുംബക്കാരോട്, ഉമ്മയുടെ കുടുംബക്കാരോട്, ഭാര്യ ഭർത്താവിന്റെ കുടുംബക്കാരോട്, ഭർത്താവ് ഭാര്യയുടെ കുടുംബക്കാരോട്, മക്കളെ വിവാഹം കഴിച്ച പ്രദേശത്തിലോട് ആരെങ്കിലും പിണങ്ങിയിരിക്കുകയാണ് എങ്കിൽ, ഒരാളിവിടെ ഇരുന്നു എന്ന ഒറ്റ കാരണത്തിന്റെ പേര് അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇവിടെ റഹ്മത്തിന്റെ മലക്കുകളില്ല. ഇവിടെ ഇൽമിന്റെ തോട്ടം ഇവിടത്തെ ഒരിക്കലും ഇൽമിന്റെ ഈ സദസ്സ് സ്വർഗ്ഗത്തിന്റെ തോപ്പാകൂല. ഇവിടെ റഹ്മത്തിന്റെ മലക്കുകൾ ഇരിക്കൂല. ഇവിടെ റഹ്മത്തിന്റെ മലക്കുകൾ മാറി നിൽക്കുകയാണ്, വരില്ല. ലക്ഷക്കണക്കിന് റഹ്മത്തിന്റെ പാരാവാരം പോലെയുള്ള മാലാഖമാര് പെയ്തിറങ്ങേണ്ട സദസ്സ. ഈ സദസ്സിൽ റഹ്മത്തിന്റെ മലക്കുകൾ വരാതിരിക്കുന്നതിന് കാരണം എന്തെന്നറിയോ? ഇവിടെ ഏതെങ്കിലും ഒരു കുടുംബ ബന്ധം മുറിച്ചവനുണ്ടെങ്കിൽ, ആരോടെങ്കിലും പിണങ്ങി ശത്രുതയോടെ കഴിയുന്നവനുണ്ടെങ്കിൽ, ആ ഒറ്റവരുത്തരും ഇരിക്കുന്ന കാരണത്താൽ ഇവിടെ റബ്ബിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് വരില്ല. അത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. ഇന്ന റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹ്മി. കുടുംബ ബന്ധം മുറിച്ചവരിക്കുന്ന സദസ്സിൽ, മജ്ലിസിൽ, വേദിയിൽ, സ്റ്റേജിൽ, പന്തലിൽ, പ്രദേശത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇരിക്കില്ല, വരില്ല, അവർ ഇറങ്ങില്ല എന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ നിബിഡമായ സദസ്സിൽ നിന്ന് പ്രവാചകന്റെ പ്രസംഗം കേട്ട് ഒരാൾ എഴുന്നേറ്റ് പോയി അടുത്തുള്ള ഏറ്റവും അടുത്ത ബന്ധുവിനോട് പിണങ്ങിക്കഴിഞ്ഞിരുന്ന ആ മനുഷ്യൻ പോയി പൊരുത്തം ചോദിച്ച് പരസ്പരം അവിടെ പിണക്കം മാറ്റിയിട്ട് മടങ്ങി വന്നപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ഹദീസ് അവരോട് പറഞ്ഞു കൊടുത്തത്. ആരെങ്കിലും സദസ്സിരിക്കുന്നത് ആരോടെങ്കിലും പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ റഹ്മത്തിന്റെ മലക്ക് വരൂല. കാരണം എന്താണ്? അവൻ ശൈത്താന്റെ ആളാ. അവൻ ശൈത്താന്റെ ആളാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് മാറിക്കോളി സഹോദരങ്ങളെ. എപ്പോഴാ മരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? എപ്പോഴാ മരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? കഴുത്തറ്റം വരെ വെള്ളമുണ്ടായിരുന്നിട്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാതെ വിഷമിച്ചവരാണ് നമ്മൾ, അല്ലേ? പ്രളയം വന്നപ്പോൾ സുനാമി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ചുറ്റുമൂല പഠിക്കുമ്പോഴാണ് ഇവിടെ സുനാമി ഉണ്ടായത്. 2001 ഒക്കെയാണെന്ന് തോന്നുന്നു. 2001 2 ഒക്കെയാണെന്ന് തോന്നുന്നു. ആ സുനാമി ഉണ്ടാകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കരുനാഗപ്പള്ളി പ്രദേശമൊക്കെ എത്ര ദുരന്തങ്ങൾ കണ്ടതാണ്. ഒരു സുനാമി കണ്ടു, ഒരു ഗ്യാസ് ദുരന്തം ഉണ്ടായി. അതിലൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും മരണപ്പെട്ടു. അള്ളാഹു അവർക്കൊക്കെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അവരുടെ കുടുംബത്തിനൊക്കെ അള്ളാഹു സമാധാനവും ക്ഷമയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ നാടുകളിൽ ഉണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്നൊക്കെ നമ്മളൊക്കെ വലിയ സന്തോഷത്തിലും സമത്വത്തിലും ഒക്കെ ആയിരുന്നു. ഏറ്റവും അത്ഭുതമായി തോന്നിയത് ഒരു മുസ്ലിം സഹോദരൻ. അന്ന് ഞാൻ ചുറ്റുമൂല പഠിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഇതുണ്ടാകുമ്പോ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന കൂട്ടത്തില് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയുടെ മുമ്പിൽ കണ്ട രംഗമാണ്. ഇവിടുത്തെ മുസ്ലിം സംഘടനകൾപ്പെട്ട ഒരു സംഘടനാ പ്രവർത്തകനും അതുപോലെ തന്നെ മറ്റുള്ള സമുദായത്തിൽപ്പെട്ട ചില സംഘടനയുടെ ആളുകളും പ്രത്യക്ഷത്തിൽ അവര് വൈരികളാണെങ്കിൽ പോലും സഹോദരങ്ങളെ അവര് പരസ്പര കൈകോർത്ത് നിന്ന് റോഡ് നിയന്ത്രിക്കുന്ന കാഴ്ച കണ്ടു. അതിനിടയിലാണ് ഒരു ചന്ദനക്കുറി തൊട്ട ഒരു അമ്മ ഛർദിക്കാൻ വേണ്ടി പോകുന്ന അമ്മയുടെ അടുത്ത് തൊപ്പി വെച്ച ഒരു സഹോദരന് ഓടിയെത്തി. കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. ആ സഹോദരൻ ഓടിയെത്തിയിട്ട് ആ അമ്മയുടെ നേരെ കൈ നീട്ടിയിട്ട് പറഞ്ഞു, ഈ കയ്യിൽ ഛർദിച്ചോളാൻ പറഞ്ഞു. ആ അമ്മ പറഞ്ഞു, കഴിയില്ല, നിലത്ത് ഛർദിക്കാം. അമ്മയോട് ആ മനുഷ്യൻ പറഞ്ഞത്, നിങ്ങൾ നിലത്ത് ഛർദിച്ചാലും ഞങ്ങൾ ഈ കൈ കൊണ്ട് വരേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ കയ്യിൽ ഛർദിച്ചേക്ക്, ഞാൻ കൊണ്ട് കളയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഞാൻ ഇപ്പൊ ഈ അടുത്ത സമയത്ത് നമ്മുടെ നാട്ടില് ചെമ്മാട് ദാറുൽ ഹുദയുടെ ഒരു വലിയ സ്ഥാപനം വരുന്നുണ്ട്. ആ സ്ഥാപനത്തോട് ബന്ധപ്പെട്ടുള്ള ശിലാസ്ഥാപനം നടത്തിയത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ശിഹാബ് തങ്ങൾ അദ്ദേഹം അവിടെ വന്ന് അതിന് ശിലയിട്ട് അതിൽ ഉദ്ഘാടന പ്രസംഗം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം അന്നത്തെ സുപ്രഭാതം പത്രത്തിൽ ഒരു വലിയ ലേഖനം അദ്ദേഹം വായിച്ച കഥ പറഞ്ഞു. ഞാനത് വായിച്ചിരുന്നില്ല. അദ്ദേഹം പറഞ്ഞപ്പോ അത്ഭുതം തോന്നാൻ ആ ലേഖകൻ പറയാണ്, ഒന്നുകൂടി ഒരു ദുരന്തം വന്നിരുന്നെങ്കിൽ, ഒരു പ്രളയം ഒന്നുകൂടി കേരളത്തിൽ വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ കാരണം? എന്തൊരു സാഹോദര്യമായിരുന്നു. മെഹ്റാബിനകത്ത് ഹിന്ദു സഹോദരിമാർ, പള്ളിയിൽ ക്രിസ്ത്യൻ പള്ളിയുടെ ചർച്ചിന്റെ ഉള്ളിൽ അവിടത്തെ കസേരകൾ വലിച്ചിട്ട് പള്ളിയിലെ ഇമാമ മിമ്പർ ഉപയോഗിച്ച് ഖുത്ബ നടത്തുന്നു. ക്ഷേത്രത്തിനകത്ത് പള്ളിയിൽ പായ വിരിച്ചിട്ട് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നു. എത്ര മനോഹരമായ ഒരു കാഴ്ചപ്പാടായിരുന്നു കേരളത്തിന് നമ്മൾ കണ്ടത്. വെള്ളമിറങ്ങി പലതും പൊങ്ങി, വെള്ളമൊഴുകി വെള്ളം മാറി പലതും പൊങ്ങി. വീണ്ടും കലാപങ്ങൾ നടക്കാൻ തുടങ്ങി, വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അതുകൊണ്ടാണ് വിലപിച്ചത്, ഒന്നുകൂടി പ്രളയം വന്നിരുന്നെങ്കിൽ ഒന്നുകൂടി ജനങ്ങൾ നന്നായേനെ. ശരിയല്ലേ സഹോദരങ്ങളെ? ഇത് കേരളത്തിന്റെ ഒരു വലിയ സംഭവമായി ആളുകൾ എടുത്തുദ്ധരിക്കുമ്പോ നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. ഇവിടുത്തെ പള്ളികളിലൊക്കെയും അതുപോലെ പല സ്ഥലങ്ങളിലും ഇതിനൊക്കെ നമുക്ക് പ്രസംഗിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ ഇതിനെതിരെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ പൊന്നാനിയിലാണ് ഇന്നലത്തെ പ്രസംഗം നടന്നത്. അവിടെ എനിക്ക് നരകത്തിലെ നാരിമാർ എന്നൊരു വിഷയം തന്നിട്ട് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രസംഗിച്ചോട്ട് നിൽക്കുമ്പോ ഒരു ചെറിയ ഒരു കുറിപ്പെഴുതി ഒരു സഹോദരി കൊടുത്തുവിട്ടു. സ്ത്രീകളുടെ ചേലാകർമ്മത്തെ പറ്റി എന്ന് പറയണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സഹോദരി, എന്നെ കൊണ്ട് പറ്റൂല അത് പറയാം. കാരണം അത് ആലപ്പുഴ പുറക്കാട് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ തന്തയ്ക്ക് വിളി കേട്ട ഒരാളാണ് ഞാൻ. നിങ്ങൾ പോയിട്ട് എന്റെ പേജ് ഉണ്ട്, സ്പീച്ച് സ്പെഷ്യൽ പേജ് ഉണ്ട്. അതെടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോ ചേലാകർമ്മത്തെ പറ്റി പറഞ്ഞ ഒരു ക്ലിപ്പ് കിടപ്പുണ്ട്. അതിന്റെ കമന്റുകൾ 3000-4000 കമന്റുകൾ ഒന്ന് വായിച്ചു നോക്കിയേ. നിന്റെ ഉമ്മായി ചെയ്തിട്ടുണ്ടാ, നിന്റെ വാപ്പായി ചെയ്തിട്ടുണ്ടാ, ഇതൊക്കെയാണ്. ആരാ ചോദിക്കുന്നത്? ശബരിമല വിഷയം വന്നപ്പോ സമയത്ത് വേറെ എവിടെന്നാ എനിക്ക് കുറെ ഓഫർ തന്നിട്ട്, പ്രസംഗത്തിന് ഓഫർ തന്നിട്ട് പിന്നെ കൂടുതൽ പൈസ തരാൻ നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു മുത്താലിൻ ചെക്കായി. അള്ളാഹു നല്ല ഇൽമ കൊടുക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നിൽക്കുകയാണ്. ഇതൊന്നും വേറെ ജോലിയൊന്നുമില്ല, ജോലിയും കൂലിയൊന്നും ഇല്ല, അങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ശബരിമല വിഷയത്തിൽ കണ്ണൂർ കവ്വായി എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ പ്രസംഗിച്ചപ്പോൾ ശബരിമലയുടെ വിഷയം പറയേണ്ടത് സമസ്ത കേരള ജമിയത്തുലമയല്ല, ദക്ഷിണ കേരള ജമിയത്തുലമയല്ല, സംസ്ഥാന ജമിയത്തുലമയല്ല, കാന്തപുരം ഉസ്താദിന്റെ ഗ്രൂപ്പല്ല, ഇവിടുത്തെ മുസ്ലിം സംഘടനകളല്ല, പള്ളി മിഹ്റാബുകളല്ല, നിയമസഭയല്ല, ഇന്ത്യൻ പാർലമെന്റ് അല്ല, സുപ്രീം
കോർട്ടല്ല, ഹൈക്കോടതിയല്ല, ഹിന്ദു പുരാണങ്ങൾ പഠിച്ച, അവിടുത്തെ വേദഗ്രന്ഥങ്ങൾ പഠിച്ച അവിടുത്തെ സ്വാമിജിമാരാണ് പറയേണ്ടതെന്ന് ഞാൻ പ്രസംഗിച്ചപ്പോൾ അതിന് നടൻ, സിനിമാ നടനായിരുന്ന ബിജു പപ്പൻ എന്ന് പറയുന്ന ആള് പോലും അതിന് FB-യിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിനെ 4-5 ദിവസം കൊണ്ട് 45 ലക്ഷത്തോളം ആളുകൾ കണ്ടിരിക്കുന്നു. അതിൽ എത്രയോ കമന്റുകൾ, 5000-6000-ഓളം കമന്റുകളിൽ എത്രയോ ആയിരക്കണക്കിന് കമന്റുകൾ. ഹൈന്ദവ സഹോദരങ്ങൾ, നിങ്ങൾ പറഞ്ഞതിനോട് 100% ഞങ്ങൾ യോജിക്കുന്നു. മതങ്ങൾ പഠിച്ചവരാണ് മതത്തിന്റെ കാര്യം തീരുമാനിക്കേണ്ടത്. മുസ്ലിം പെണ്ണ് പള്ളിയിൽ കയറുമെന്ന് പറയേണ്ടത് നടി ഖുശ്ബുവല്ല, അതുപോലെ തന്നെ വേറെ ആരുമല്ല, മന്ത്രിമാരല്ല, MLA-മാരല്ല, ആരുമല്ല പറയേണ്ടത്, അതിവിടുത്തെ പണ്ഡിതന്മാരാണ് പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ കമന്റിലൂടെ. അവിടെയും തൊപ്പി വെച്ച, നമസ്കാരത്തരമുള്ള ദാടി വെച്ച മുസ്ലിം സഹോദരങ്ങളാണ് അതിനെതിരെ അവിടെയും ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ, ഒന്നും മിണ്ടാൻ സമ്മതിക്കൂല, ഒന്നും പറയാൻ സമ്മതിക്കൂല. അല്ലാഹു നാവും ശബ്ദമൊക്കെ തന്നിരിക്കുന്ന സമയത്തല്ലേ പറയാൻ പറ്റൂ വല്ലത്. അത് പറയുന്നത് ഒരിക്കലും നമ്മൾ ആരുടെയും പറ്റിൽ ചേർന്നുകൊണ്ടല്ല, ആരുടെയും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. ഒരു സദസ്സിലും ആ സദസ്സിൽ പിറ്റേ വർഷം വാതിൽ വിളിക്കുമെന്ന പ്രതീക്ഷയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ വിളിക്കാറുമില്ല. ഒരു വർഷം വിളിച്ചാൽ പിറ്റേ വർഷം. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഹക്ക് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക, സത്യസന്ധമായി നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹുവിന്റെ ഖുർആൻ മാത്രമേ നമുക്ക് വിജയിക്കാനുള്ള മാർഗമുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തിരുവചനങ്ങൾ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ മാർഗമുള്ളൂ. അല്ലാത്തതെല്ലാം വൃഥാവിലാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മ പോരാളികളായി നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ ആക്ഷേപിക്കാൻ ആളുകളുണ്ട്. വട്ടക്കാ സമരം, ഫ്ലാഷ് മോബ്, ചുംബന സമരം എന്തൊക്കെ നടത്തി. പാവപ്പെട്ട ഒരു അധ്യാപകൻ പ്രസംഗിച്ചപ്പോൾ അതിന്റെ ഭാഗം എടുത്തിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അതിനെതിരെ സംസാരിച്ച നമ്മളൊക്കെ യാഥാസ്ഥികരായി മാറി. അവസാനം എന്താ സംഭവിച്ചത്? പലരും ചോദിച്ചു പല സ്ഥലങ്ങളിലും, ഇവിടെ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും കൂടെ മുത്തം കൊടുത്താൽ എന്താ കുഴപ്പം മൊയ്ലിയാരെ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. ഗേൾ ഫ്രണ്ടിനെ മുത്തം കൊടുത്താൽ എന്താ പ്രശ്നം ബോയ് ഫ്രണ്ട് എന്ന് ചോദിച്ചു. അള്ളാഹു ഒരു പണി അങ്ങ് കൊടുത്തു. എന്ത് പണിയാ? മഹർ കൊടുത്ത് നിക്കാഹ് എഴുതി സ്വന്തം ഭാര്യ മുത്താൻ പറ്റിയില്ല. കാരണം ഭാര്യ ദുരിതാശ്വാസ ക്യാമ്പിലാണ്, ഭർത്താവ് 3 നില കെട്ടിടത്തിന്റെ മുകളിൽ ഇറങ്ങാൻ വയ്യ. അള്ളാഹു പരീക്ഷണം കൊടുത്തതാണ്. എവിടെ പോയി ആരുമില്ല. അതുകൊണ്ടാണ് ആ മനുഷ്യന്റെ ഒരു വിലാപം സുപ്രഭാതം പത്രത്തിൽ എഴുതിയിരുന്നു. പത്രേ സാദിഖലി തങ്ങൾ പറഞ്ഞു, ഒരു പ്രളയം ഒന്നുകൂടി വന്നിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായനെ ആളുകൾ എന്ന് പറയുന്നു. പടച്ചോൻ കാത്തിരക്ഷിക്കട്ടെ. അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹം എഴുതിയതാ, ജനങ്ങളെ നന്നാകാൻ വേണ്ടി എഴുതിയതാ. പക്ഷെ തോന്നുന്നുണ്ടോ നന്നാവൂന്ന്? നന്നാവൂല. പരസ്പരം ശത്രുതൊന്നും മാറ്റിവെക്കുന്നു. ഇല്ലെങ്കിൽ അവര് ശൈത്താന്റെ കൂട്ടുകാരാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ അടയാളം ഏതെന്നറിയോ? അല്ലാഹു പറയുകയാണ്, രണ്ടാമത്തെ അടയാളത്തെ പറ്റി അല്ലാഹു പറഞ്ഞത് പരസ്പരം ദേഷ്യം വരലാണ്, പരസ്പരം ദേഷ്യപ്പെടലാണ്. എന്ന് പറഞ്ഞാൽ ദേഷ്യം വരിക. ദേഷ്യപ്പെടേണ്ട കാര്യങ്ങൾ ദേഷ്യപ്പെടണം. ഇല്ലെങ്കിൽ ഫഹുവ ഹിമാറുൻ, അവന് കഴുതയാണെന്ന് ഇമാമുനാ ശാഫി റഹിമഹുല്ലാഹ്. ദേഷ്യപ്പെടേണ്ട കാര്യങ്ങൾ ദേഷ്യപ്പെടണം. ഇല്ലെങ്കിൽ എന്താ നമ്മുടെ കഥ? മുല്ലാ നസറുദ്ദീൻ അയാള് പെണ്ണുമ്പിള്ളയെടുത്ത് ചോദിച്ചു പത്രേ, ഞാൻ മരിച്ചാൽ എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു. എങ്ങനെയാണ് മരിച്ചാൽ അറിയാൻ പറ്റുക ചോദിച്ചു. മുല്ലാ നസറുദ്ദീനോട് ചോദിച്ചു. മുല്ലാ നസറുദ്ദീൻ ഭാര്യയോട് ചോദിച്ചു, മരിച്ചാൽ എങ്ങനെ അറിയാം? ഇപ്പോഴത്തെ അവസ്ഥയാണ്, മരിച്ചാൽ കാലിൽ തണുപ്പ് വരും. അത് തന്നെ അടയാളം. ഇയാള് കഴുതയും കൊണ്ട് വിറക് ശേഖരിക്കാൻ കാട്ടിൽ പോയി. അങ്ങനെ കഴുതയെ ഒരു സ്ഥലത്ത് ബന്ധിച്ചു. എന്നിട്ട് ഇയാള് നേരെ മരച്ചില്ലകളുടെ ഇടയിൽ ഉണങ്ങിയ വിറകുകൾ ശേഖരിച്ചുകൊണ്ട് നിൽക്കുമ്പോ കാലിൽ തണുപ്പടിച്ചു. കാല് തണുത്തു. ഇയാള് വിറക് കെട്ട് താഴെ വെച്ചിട്ട് തൊട്ട് നോക്കിയപ്പോ തണുത്തിരിക്കുക. അപ്പൊ ഇയാള് സ്വയം പറഞ്ഞു, ഞാൻ മരിച്ചു. അപ്പൊ അയാള് സ്വയം പറയാൻ, മരിച്ച ഒരാള് പിന്നെ നിൽക്കൂലല്ലോ, അയാള് പണിയും ചെയ്യൂലല്ലോ, അതുകൊണ്ട് കിടക്കാം. പെട്ടെന്ന് വന്നിങ്ങനെ കിടന്നു, മലർന്ന് കിടന്നു. ഇയാളിങ്ങനെ ശാന്തമായി കിടക്കുന്ന കണ്ടപ്പോ ചെന്നായിക്കൂട്ടങ്ങൾ ഓടി വന്നിട്ട് കഴുതയെ തിന്നാൻ തുടങ്ങി. അപ്പൊ ഇയാൾ അവിടെ കിടന്ന് പറയാൻ, ആത്മകഥം ചെയ്യാൻ, മരിച്ച ആള് പിന്നെ എങ്ങനെ കഴുതയെ രക്ഷപ്പെടുത്തും ചെന്നായിക്കൂട്ടങ്ങളിൽ നിന്ന്?
രക്ഷപ്പെടുത്താൻ പറ്റൂലല്ലോ. എന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്തു പത്രേ, ഞാനെങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ, ഞാൻ മരിച്ചിട്ടുണ്ടായില്ലായിരുന്നുവെങ്കിൽ ഈ കഴുതയെ ചെന്നായ്ക്കളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തുമായിരുന്നു, ഞാനിപ്പോ മരിച്ചു കിടക്കുകയാണ് എന്ന് മുല്ലാ നസറുദ്ദീൻ ആത്മഹത്യ ചെയ്ത ഒരു കഥ ഞാൻ വായിച്ചു. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കി. ഇതാണ്, എനിക്ക് അധികാരം കിട്ടിയാൽ ഞാനത് ചെയ്യും, ഞാനായിരുന്നു അവിടെയെങ്കിൽ അത് ചെയ്യും. ഒന്നും നടക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദേഷ്യപ്പെടേണ്ട സ്ഥലങ്ങൾ വരുമ്പോൾ ദേഷ്യപ്പെടുക. അല്ലാതെ ഭാര്യയെ കാണുമ്പോ ഭർത്താവ് എപ്പോഴും ഇഞ്ചി കുന്ന കണക്ക് നിന്നാൽ അവൻ ശൈത്താന്റെ കൂട്ടുകാരനാണ്. ഭർത്താവ് ചെല്ലുമ്പോ ഭാര്യ ചിമ്പാൻസിയുടെ മോന്തം പിടിച്ചോണ്ട് നിന്നാൽ അവളെ ശൈത്താന്റെ കൂട്ടുകാരിയാണ്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ചിലർ പറയുന്നത്, നീ തടപ്പ ശൈത്താന്റെ മോന്തം കൊണ്ട് നിൽക്കുന്നത്, ശൈത്താനെ പോലെ നിൽക്കുകയാണല്ലോ. ദേഷ്യം വരിക അല്ലേ? ശൈത്താൻ തന്നെ പറഞ്ഞല്ലോ, ഞാൻ 3 സ്ഥലത്ത് പെട്ടെന്ന് വരും. ഒന്ന്, യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോ, യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോ അവന്റെ കാതിൽ വന്നിട്ട് പറയും, എടാ നീ പോയി മരിച്ചാ പിന്നെ നിന്റെ മക്കാരാ, കേറി പോടാ വീട്ടിലെന്ന് പറയും. അപ്പൊ ഈ വാളും കളഞ്ഞിട്ട് കയറിപ്പോ. അതിപ്പോ നമ്മൾ ചർച്ച ചെയ്യേണ്ട, യുദ്ധം ഇപ്പൊ ഇല്ലല്ലോ. രണ്ടാമത്തെ സ്ഥലം, ഒരാണും പെണ്ണും കൂടെ ഒരുമിച്ചിരിക്കുമ്പോ, ഒരാണും പെണ്ണും കൂടി ഒരുമിച്ചിരിക്കുമ്പോ ശൈത്താൻ ഇവരുടെ രണ്ടുപേരുടെയും അടുത്ത് വന്ന് പലതും അങ്ങോട്ട് ഓർമ്മപ്പെടുത്തി കൊടുക്കും, പലതും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊടുക്കും. അവര് പിന്നെ വഴിവിട്ട ജീവിതത്തിലേക്ക് പോകും. മൂന്നാമത്തെ രംഗം, മൂന്നാമത്തെ സന്ദർഭം ദേഷ്യം വരുമ്പോ. അതാണ് നമ്മുടെ വിഷയം. ബഗ്ളാ, ഈ ദേഷ്യപ്പെടുന്ന ആളുകൾക്ക് ശൈത്താന്റെ കൂട്ടുകാരാണ്. നമ്മൾ പറയും അവന് ഷുഗർ കൂടുതലായതുകൊണ്ട്. അതൊന്നുമല്ല. അത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണ്. ദേഷ്യം വരുമ്പോൾ ഒരാൾ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോ ഞാൻ അവന്റെ മൂക്കിന്റെ അഗ്രഭാഗത്ത് കാണും നബിയേ. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശൈത്താൻ നബിയുടെ അടുത്ത് പറഞ്ഞതാണ്, നബിയേ ഞാൻ അവന്റെ മൂക്കിന്റെ അഗ്രഭാഗത്ത് വന്നിരിക്കും. അതുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പറയും, ധൈര്യം ഉണ്ടെങ്കിൽ എവിടെ തൊടാന്ന് പറയും. ധൈര്യം ഉണ്ടെങ്കിൽ മൂക്കി തൊടാ. കാരണം എന്താണ്? ദേഷ്യം വരുമ്പോ അവന്റെ മൂക്ക് ചൊറിയും. എന്റെ പ്രിയപ്പെട്ടവരെ, ദേഷ്യം വരിക അത് ശൈത്താൻ നമ്മളെ ഏറ്റവും വലിയ ചങ്ങാതിയായതിന്റെ അടയാളമാണ്. അല്ല നിർത്തുന്നില്ല, പറയുകയാണ് മൂന്നാമത്തെ അടയാളം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ സ്മരണയെപ്പെട്ട് നിന്നെ തടയുന്നതിന് ശൈത്താനാണ്. അല്ല എന്ന ബോധമില്ല, അല്ല എന്ന ചിന്തയില്ല, അല്ല എന്ന ബോധമില്ല, അല്ല എന്ന ചിന്തയില്ല. SKSSFന്റെ പരിപാടിയാണ്. ഇതിന്റെ മാതൃസംഘടന നിങ്ങൾക്കറിയുമോ? ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പരമ്പരയിലെ പ്രിയപ്പെട്ട പുത്രനാണ് മഹാനായ സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്തയുടെ പ്രസിഡന്റാണ് ജിഫ്രി തങ്ങൾ. ആ ജിഫ്രി തങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഏത് ഫോട്ടോ പരിശോധിക്ക്, ഏത് ഫോട്ടോ നിങ്ങൾ പരിശോധിച്ചാലും കാണാം ജിഫ്രി തങ്ങളുടെ കയ്യിൽ ഒരു തസ്ബീഹ് ഉണ്ടാകും, ഒരു തസ്ബീഹ് മാലയുണ്ടാകും. തൊട്ടു മുമ്പ് ലോകത്തോട് വിട പറഞ്ഞു പോയ സമസ്തയുടെ ആദരണീയനായ സെക്രട്ടറി ആയിരുന്ന ബഹുമാനനായ സയ്യിദുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ് ആരായിരുന്നു? ഏറ്റവും അടുത്ത ഒരാളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് മഹാനവറുകളുടെ അനുസ്മരണ പ്രഭാഷണം ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അന്ന് ഞാൻ വടക്കൻ മലബാറിലുള്ള ചില ആളുകളോട് കൂടുതൽ അടുപ്പമുള്ളത് കൊണ്ട് ചോദിച്ചാൽ അറിയാം. അങ്ങനെ ഉസ്താദിനെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം മരണസമയത്തുണ്ടായ ഒരു അത്ഭുതത്തെ പറ്റി പറഞ്ഞു. ഉസ്താദ് ചലനമറ്റ് കിടക്കുമ്പോൾ ആശുപത്രിയില് ഇങ്ങനെ ഒരു അനക്കമില്ലാതെ കിടക്കുന്ന അവസ്ഥയിൽ റൂഹ് പിരിഞ്ഞിട്ടില്ല. ആ സമയത്താണ് ആളുകൾ പറഞ്ഞു, ഉസ്താദ് വഫാത്തായിട്ടില്ല, പക്ഷേ കൈകാലുകൾ ചലിക്കുന്നില്ല. ഏറ്റവും അടുത്ത് ഇടപഴകാൻ അറിയുന്ന ഏറ്റവും അടുത്തുള്ള ഒരാൾ പറഞ്ഞു, ഉസ്താദിന്റെ വിരലുകളുടെ ഇടയിൽ ഒരു തസ്ബീഹ് വെച്ച് നോക്കൂ. ഉള്ള കാര്യമാണ്, ചോദിച്ചു നോക്കൂ, ലൈവാണ്. ഇത് പറയുന്നത് പിന്നീട് തിരുത്തി പറയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഉള്ള കാര്യമാണ് പറയുന്നത്. മഹാനായ സയ്യിദുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ് അദ്ദേഹത്തിന്റെ വിരലുകളുടെ ഇടയിൽ ഒരു തസ്ബീഹ് കൊണ്ട് വെച്ചപ്പോൾ വിരലുകൾ ഇങ്ങനെ അനങ്ങുകയാണ്. അതാണ് ദാക്കിരീങ്ങൾ. എന്റെ ആദരണീയനായ ശൈഖുനാ KP ഉസ്താദ് എപ്പോഴും വെള്ളങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും, ദിക്റിലാണ്. ഞാനിവിടെ പ്രിൻസിപ്പളാണ്. സഹോദരങ്ങളെ, മഹാരഥന്മാരായ നമ്മുടെ പ്രിയപ്പെട്ട ഔലിയാക്കൾ, അരിഫീങ്ങളെ, പണ്ഡിതന്മാരെ, സാലിഹീങ്ങളുള്ളല്ലോ, അവരെപ്പോഴും ദാക്കിരീങ്ങളാണ്. പക്ഷേ നമുക്കെന്തേ ദിക്റുകളിലാണ് കഴിയുന്നില്ല. ബാത്റൂമിൽ ഓടിക്കേറുന്നു, എല്ലാം കഴിഞ്ഞ് ചാടിയിറങ്ങുന്നു.
എവിടെ നമ്മൾ ദിക്ർ ചൊല്ലുന്നില്ല, വെള്ളം കുടിക്കുമ്പോ അറിയുന്നില്ലല്ലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് വെള്ളം കുടിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയുന്നില്ല നമുക്ക്. അല്ലേ? അൽഹംദുലില്ലാ പറയണം. കാരണം അല്ലാഹുവേ പഠിച്ചവനെ, ഞാൻ എങ്ങനെ പറയാതിരിക്കും അൽഹംദുലില്ലാ? കാരണം തൊണ്ടയ്ക്ക് താഴെ വെള്ളമിറങ്ങാത്ത ആളുകളുണ്ടല്ലോ. എനിക്ക് ഒരു പ്രശ്നമില്ലാതെ വെള്ളമിറങ്ങിയല്ലോ, ഇനി തൊണ്ടയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ പോലും കുടിവെള്ളമില്ലാത്ത ആളുകളുണ്ടല്ലോ. എന്റെ വീട്ടില് സുലഭമായി വെള്ളം കിട്ടുന്നല്ലോ, ഇനി വെള്ളമുണ്ടെങ്കിൽ തന്നെ വെള്ളം കുടിക്കാൻ പാകപ്പെടാത്ത ആളുകളുണ്ട്. വെള്ളത്തിന്റെ കട്ടി കാരണം, വെള്ളത്തിന്റെ ടേസ്റ്റ് വ്യത്യാസം കാരണം അതൊന്നും എന്റെ വീട്ടിൽ നീ തന്നില്ലല്ലോ. അൽഹംദുലില്ലാ, സർവസ്തുതിയും നിനക്കാണ് അല്ലാഹ്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമ്മൾ പറയണം അൽഹംദുലില്ലാ. പക്ഷെ ഉലമാക്കള്, തസവുഫിന്റെ ഉലമാക്കള് പറയുന്നത് അവിടെ കൊണ്ടങ്ങും തീരൂല. ഈ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിട്ട് വീണ്ടും ഒരു അൽഹംദുലില്ലാ പറയണം. അതെന്തിനാ? എന്റെ സഹോദരങ്ങളെ, മഴ പെയ്യുന്നുണ്ടോ? അപ്പൊ കയറിയുന്നോളി, സ്ഥലമുണ്ടല്ലോ. പിരിവിന്റെ സമയമായപ്പോ മഴയും പെയ്തു, കയറിക്കോളി, ഓടണ്ട. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അൽഹംദുലില്ലാ. അതെന്തിനാണ്? അല്ലാഹുവേ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയല്ലോ, അൽഹംദുലില്ലാ, സർവസ്തുതിയും നിനക്കാ. എന്നാൽ ഈ ഒരു അൽഹംദുലില്ലാ പറഞ്ഞതിന് വീണ്ടും ഒരു അൽഹംദുലില്ലാ പറയണം. കാരണം എന്താ? പടച്ചോനെ, വെള്ളവും കുടിച്ചിട്ട് അൽഹംദുലില്ലാ പറയാതെ പോണ കിഴങ്ങന്മാരായിട്ട് നീ എന്നെ ആക്കിയില്ലല്ലോ. ഒരു ഹംദ് പറയാൻ നീ എനിക്ക് തൗഫീഖ് തന്നില്ലേ, അതുകൊണ്ട് അൽഹംദുലില്ലാ. രണ്ടാമത് ആ രണ്ടാമത് പറഞ്ഞ അൽഹംദുലില്ലാക്ക് മൂന്നാമതൊന്ന് പറയണമെന്നാണ്. കാരണം എന്താ? പടച്ചോനെ, നീ വെള്ളം തന്നു കുടിച്ചു, എന്നിട്ടൊരു അൽഹംദുലില്ലാ പറയാൻ കഴിഞ്ഞല്ലോ. ആ അൽഹംദുലില്ലാ പറയാൻ കഴിഞ്ഞതിന്റെ പേരിൽ ഒരു അൽഹംദുലില്ലാ നന്ദിയായി പറയാൻ എനിക്ക് ഭാഗ്യം തന്നല്ലോ. അത് പറയാത്ത ആളുകളുണ്ടല്ലോ, അതുകൊണ്ട് നാലാമതൊരു അൽഹംദുലില്ലാ. ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച 1000 അൽഹംദുലില്ലാ പറഞ്ഞാലും ബാക്കി കടം കിടക്കുകയാണ്. പക്ഷെ നമ്മൾ എത്ര പേര് അല്ലാഹയെ ഓർക്കുന്നുണ്ട്? എത്ര പേര് അല്ലാഹയെ ഓർക്കുന്നുണ്ട്? അതുകൊണ്ട് ശൈത്താനാണ് മറപ്പിച്ചു കളയുന്നത്, ശൈത്താനാണ് അല്ലാഹുവിന്റെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാച്ചു കളയുന്നത്. അതുകൊണ്ട് പടച്ചവനെ ഓർക്കാത്തവര് ക്രയവിക്രയങ്ങളിലും കച്ചവടങ്ങളിലും കുടുംബ ജീവിതത്തിലും വ്യക്തിജീവിതങ്ങള് അല്ലാഹയെ മറന്നുപോയവര് എന്താ കാര്യമെന്നറിയോ? ശൈത്താൻ നിങ്ങളെ കൂട്ടുകാരനാണ്. നാലാമത്തെ അടയാളമേതാ? അല്ലാഹു പറയുന്നു വഅനിസ്സലാ, നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധമാക്കുന്ന ഒരു ശൈത്താനാണ്. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ ഇന്ന് പള്ളികൾക്ക് കുറവ് വല്ലതുമുണ്ടോ? ഇവിടെ നിന്ന് വെറുതെ ഒന്ന് നടന്നു നോക്ക്, ഇവിടെ നിന്ന് വെറുതെ ഒന്ന് തെക്കോട്ടൊന്ന് നടന്നു നോക്ക്. എത്ര പള്ളികളാണ് സഹോദരങ്ങള്, പക്ഷെ പള്ളികളൊക്കെ കാലിയാകുന്ന അവസ്ഥയാണ്. ഏതുപോലെയും അറിയോ? ഏതുപോലെയാണ്? വെറും പ്രൗഢി മാത്രം ഫലമെന്തുണ്ട്, പാലില്ല പശുവിന് കാഴ്ച രസമുണ്ട്. ചില പള്ളികൾ കാഴ്ചയ്ക്ക് കൗതുകമുള്ളതാ, ചുമക്ക് പോലും പ്രാതിനിഷ്കരിക്കേണ്ടതാ. നല്ല കാണാമൊഞ്ചുള്ള പള്ളി, നല്ല പള്ളി, അഴകുള്ള പള്ളി, പക്ഷെ നിസ്കരിക്കാൻ ആളില്ല. ഏതുപോലെ? നല്ല പശു, കാണാൻ എന്തൊരു സുന്ദരനാണ് പശു, നല്ല പശുവാണ്, പക്ഷെ ഈ പാല് കറക്കലല്ലാതെ വേറെ എന്തെങ്കിലും അതിൽ നിന്ന് ഗുണമുണ്ടോ? ഒന്നുമില്ല. ചിലർ പറയുന്നു ഞാൻ അറക്കുന്നു, ആരും അറക്കുന്നില്ല. കടയിൽ കയറി പശു ഇറച്ചി എന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ പിന്നെ നമ്മൾ പോരൂല്ല. പാലില്ലാത്ത പശു പിന്നെ എന്ത് ഗുണമാണുള്ളത്? കാഴ്ചക്ക് നല്ല കൗതുകമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില പള്ളികളൊക്കെ ഭയങ്കര പ്രൗഢിയാണ്, പക്ഷെ ജുമാ നിസ്കരിക്കണമെങ്കിലും പ്രാവ് വേണം, അല്ലേ? പ്രാവുകളുടെ സങ്കേതമായി പള്ളികൾ മാറുന്നു, ആളുകൾ കുറവാണ്. എന്തേ കാരണം? ശൈത്താൻ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ആളുകളെ. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. എല്ലാം വിശദീകരിച്ചുകൊണ്ട് നിൽക്കാൻ നമുക്ക് സമയമില്ല. നനയുന്നുണ്ടാ? സ്ത്രീകളൊന്നും ഫ്രണ്ടിലോട്ടൊന്ന് കയറി ഇരുന്ന് കൊടുക്കണേ, പുറകിലിരിക്കുന്നവർ നനയാണ്. ഒന്ന് ഇങ്ങോട്ട് കയറി ഇരുന്ന് കൊടുക്കുക, ഇൻഷാ അല്ലാഹ്. മുന്നോട്ട് പോയിരുന്നു. രണ്ടാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞ രണ്ടടയാളങ്ങൾ, 6 അടയാളങ്ങളാണ്. ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. രണ്ടടയാളങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തി. ഏതാണെന്നറിയോ സഹോദരങ്ങളെ? അല്ലാഹു പറയുന്നു ഇന്നമാ യുരീദു
يريد الشيطان أن يوقع بينكم العداوة والبغضاء ويصدكم عن ذكر الله وعن الصلاة. നാലടയാളങ്ങൾ കഴിഞ്ഞാൽ പിന്നെയുള്ള രണ്ടടയാളങ്ങൾ ഏതെന്നറിയോ? الشيطان يعدكم الفقر ويأمركم بالفحشاء. ശൈത്താൻ പിന്നെ നമ്മളെ സ്വാധീനിച്ചതിന് അടയാളമാണ് വെറും ലുബ്ധത. 5 പൈസ ആർക്ക് നമ്മൾ കൊടുക്കില്ല. ഈ അടുത്ത സമയത്ത് സക്കാത്തിനെ പറ്റി പ്രസംഗിച്ചപ്പോൾ ഒരാൾക്കൊരു ഡൗട്ട്. അയാള് നാട്ടില് ഞാൻ പ്രസംഗിച്ച അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സങ്കടം തോന്നി, അദ്ദേഹത്തിന് വിഷമായി. കാരണം നാട്ടിലൊരു പ്രമുഖനായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു, പാവങ്ങളെ സഹായിക്കില്ല. പിറ്റന്നോടെ വഴലുണ്ട്. അപ്പോൾ സംഘാടകരോട് ചോദിച്ചെന്ന് ഒരു ന്യായം. അത് കേട്ടപ്പോ സത്യത്തിൽ ചിരിയാ വന്നത്. അദ്ദേഹം ചോദിച്ചു, എനിക്ക് പൈസ തന്നാരാ? അല്ല. അയാൾക്ക് പൈസ കൊടുക്കാത്ത ആരാ? അല്ല. അയാൾക്ക് പൈസ കൊടുക്കണമെന്ന് അള്ളാഹ് അറിഞ്ഞോ? അറിയാമായിരുന്നു. അറിയാം. പിന്നെ അല്ല കൊടുത്തോ? ഇല്ല. പിന്നെ അല്ല കൊടുക്കാതെ ഞാൻ കൊടുക്കുന്നത്? ഇപ്പൊ എനിക്ക് പൈസ തന്നു, ഒരാൾക്ക് പൈസ കൊടുത്തില്ല. ഈ പൈസ അയാൾക്ക് കൊടുക്കാത്തതും അള്ളാഹ്ക്കറിയാം, എനിക്ക് തന്നതും അള്ളാഹ്ക്കറിയാം. അയാൾക്ക് കൊടുക്കണമെന്നും അയാൾ പൈസക്ക് ആവശ്യക്കാരാണെന്നും അള്ളാഹ്ക്കറിയാം. എന്നിട്ടും അല്ല കൊടുത്തില്ലല്ലോ. പിന്നെ നമ്മൾ കൊടുക്കണം. അല്ല കൊടുത്തില്ല, നമ്മൾ കൊടുക്കേണ്ട കാര്യമുണ്ടോ? എടാ, നിന്റെ കയ്യിൽ അള്ളാഹു തന്നത് അവനോട് നിങ്ങൾ കൊടുക്കുമെന്നറിയാൻ വേണ്ടിയാണ്. എന്തിനാ അവന് കൊടുക്കാത്തത്? നിന്റെ കയ്യിരിക്കുന്ന പൈസ കണ്ടിട്ട് നിന്നോട് അസൂയ വെക്കുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. 2 പരീക്ഷണങ്ങളാണ്. അപ്പുറത്തെ വീടിന്റെ ബഹുനില കെട്ടിടം കണ്ടിട്ട് ഇവിടെ ഇരുന്ന് നമ്മൾ കരയരുത്. നമുക്കത് മതി, ഉള്ളതു മതി. അതുകൊണ്ട് സഹോദരങ്ങളെ, ലുബ്ധത. ഒരാളൊരു സംഭാവന പറയുമ്പോൾ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി വരുന്നവന്റെ അടുത്ത് ഒറ്റ ശൈത്താനെ വരുമെന്നാണ്. ആ ശൈത്താന്റെ പേരാണ് ഖൻസബ്. പഠിച്ചോളി. നിസ്കരിക്കാൻ വരുന്നവനെ പഴപ്പിക്കുന്ന ശൈത്താന്റെ പേരെന്താ? ഖൻസബ്. അവനാണ് 3 റക്അത്തുള്ളത് 4 ആക്കുന്നത്, 4 റക്അത്തുള്ളത് 3. ചേകന്നൂരിന്റെ കഥയല്ല ഈ പറയുന്നത്. എണ്ണം മറപ്പിച്ച് കളയുന്നത്, ഫാത്തിഹ തെറ്റിപ്പിക്കുക, സൂറത്ത് തിരിച്ചു പോകുക, ഇതൊക്കെ ചെയ്യുന്നത് ഈ ഖൻസബ് എന്ന ശൈത്താനാണ്. ബാത്റൂമിൽ പോകുമ്പോൾ 2 ശൈത്താൻ വരും. അവിടെ ഇത്തിരി പ്രശ്നമുള്ള സ്ഥലമാണ്. ഒന്ന് ഖുബസ്, മറ്റൊന്ന് ഖബായിസ്. ഒളിവെടുക്കുന്ന സ്ഥലത്ത് വരുന്ന ശൈത്താന്റെ പേരാണ് വലഹാൻ. ഇയാളുടെ ജോലി എന്തെന്നറിയോ? എത്ര കുളിച്ചാലും മേലിൽ വെള്ളം വീണില്ലെന്ന് തോന്നും. ചില ഭാര്യമാരെ പറ്റി ഭർത്താക്കന്മാരുടെ പരാതിയാണ്. 2 ടാങ്ക് വെള്ളം അടിച്ചാലും കുളിച്ചിരില്ല അവള്. വസ്വാസാണ്. കാരണം എന്താണ്? അവിടെ നനഞ്ഞില്ല, ഇവിടെ നനഞ്ഞില്ല എന്നൊരു തോന്നൽ. അത് വലഹാൻ. അപ്പോഴേ അഴുതു ഓതണം പതുക്കെ മനസ്സിൽ. കാരണം അവിടെ ബാത്റൂമിൽ നിന്നും പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ശൈത്താൻ വരുന്ന നിസ്കാരത്തിൽ ഒരു ശൈത്താൻ, എല്ലാ സ്ഥലത്തും ഒരു ശൈത്താൻ. ഏൽപ്പിക്കപ്പെട്ട ജോലി, ആ ജോലി ചെയ്യുന്ന ശൈത്താൻ മാത്രമേ വരൂ. പക്ഷേ ഒരു 10,000 ഒരാൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ 70 ശൈത്താൻ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരുത്തൻ കാലിലങ്ങ് പിടിക്കുക, എഴുന്നേക്കാൻ സമ്മതിക്കില്ല. ഒരുത്തൻ കയ്യിൽ പിടിക്കും, കൈവക്കാൻ സമ്മതിക്കൂല. ഒരുത്തൻ പെടലിയിലാ പിടിക്കുന്നത്. അതുവരെ മലന്നിരുന്നവനെ പിടിച്ച് കുനിഞ്ഞിരുന്ന് കളയും. 70 ശൈത്താൻ വന്ന് അവനെ വേട്ടയാടി. 70 ശൈത്താനോട് പോരാടിയിട്ട് വിജയിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഈമാനിക പ്രോജ്വലമായ പ്രഭയുള്ളവരെ ധർമ്മം കൊടുക്കാൻ കഴിയൂ എന്നാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പൊ ശൈത്താൻ ഇടപെടുന്ന 5ാമത്തെ അടയാളമാണ് നമുക്ക് ലുബ്ധത ഉണ്ടാക്കുക എന്നുള്ളത്. അവസാനം 6ാമതായി അല്ല പറയുകയാണ്, എല്ലാം മ്ലേച്ഛപ്പരങ്ങളും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്, നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് അതെല്ലാ ശൈത്താനാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, പടച്ചവൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ശൈത്താനോട് നമുക്ക് പടപെടുക. ശൈത്താന് നമുക്ക് ഒരിക്കലും യോജിച്ച കൂട്ടുകാരനല്ല. എനിക്ക് അവശേഷിക്കുന്ന 15 മിനിറ്റ് മാത്രമാണ്. 3ാമത്തെ കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ആ പ്രവാചകനാ മനുഷ്യനോട് പറയുന്നു, ആദ്യം പറഞ്ഞത്, നീ ദുനിയാവ് ഇഷ്ടപ്പെടല്ലേ, നിനക്ക് പറ്റിയ മോമിനീങ്ങൾക്ക് പറ്റിയ വീടല്ല. നീ ഒരിക്കലും ശൈത്താനെ ആരാധിക്കല്ലേ, ശൈത്താന്റെ കൂട്ടുകൂടല്ലേ, പറ്റിയ കൂട്ടുകാരനല്ല. 3ാമത്തതുണ്ട്, ഇലാ തൂദിയഹദാ ഫലൈസ ബിഗർഫത്തിൽ മുഅ്മിനീൻ. ഒരിക്കലും നീ ആരെയും ഉപദ്രവിക്കല്ലേ, മോമിന് പറ്റിയ പണിയല്ല. ആരെയും ഉപദ്രവിക്കല്ലേ, മോമിന് പറ്റിയ പണിയല്ല. ഒരു വിശ്വാസിക്ക് പറ്റിയ പണിയല്ല ആരെയും ഉപദ്രവിക്കുക എന്നുള്ളത്. അത് പള്ളിയിൽ വരുന്ന നിസ്കാരമുള്ള, നോമ്പ് പിടിക്കുന്ന, ഹജ്ജിന് പോയ, സക്കാത്ത് കൊടുക്കുന്ന, നിസ്കാരത്തെ കൊണ്ടുള്ള കണ്ണങ്കാലിന് മുകളിൽ മുണ്ടെടുക്കുന്ന, പർദ്ദയിട്ട ഹിജാബ് ധരിച്ച മപ്പയിട്ട പെണ്ണിനോട് മാത്രമല്ല, ഇവിടെ ചമ്മന കുറുവിട്ടവരെ ഉപദ്രവിക്കാൻ പാടില്ല. ഇവിടെ കുരിശുമാലകൾ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല. കാരണം എന്തെന്നറിയോ,
ഒരു മോമിനിന്റെ തൊഴിലേ അല്ല മറ്റുള്ളവർ ഉപദ്രവിക്കുക എന്നുള്ളത്. കാരണം എന്തെന്നറിയോ സഹോദരങ്ങളെ, എന്ന് ചിന്തിച്ചു നോക്കൂ. ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഉപദ്രവിക്കപ്പെട്ടതിനേക്കാളും സ്മരിക്കപ്പെടും, ഒരു സംശയം വേണ്ട. ഉപദ്രവിച്ചവനേക്കാലവും എക്കാലവും അവൻ ശപിക്കപ്പെടും, ഒരു മാറ്റമില്ല. ഹാബീൽ ഹാബീലിനെ കൊന്നല്ലോ, നമുക്ക് ചരിത്രമറിയുമല്ലോ. ഹാബീലെ കഴി എന്താണ്? ഇതോടുകൂടി എല്ലാം അങ്ങ് തീരുമെന്നാണ്. പക്ഷെ തുടക്കമാണത്. ഹാബീൽ ഹാബീലിനെ കൊന്നു. ഹാബീലിന്റെ പേര് കേൾക്കുമ്പോ എല്ലാവരും ഈ സമയത്ത് പറയുന്നു റളിയല്ലാഹു അൻഹു. കാരണം ഹാബീൽ നല്ല മനുഷ്യനായിരുന്നു, സാലിഹായിരുന്നു. പക്ഷെ ഹാബീലോ കൊലപാതകയാണ്. എന്റെ ഹാബീലിന്റെ കൊലയിൽ കൊലക്കെട്ടിയുടെ മുന്നിൽ വീണുപോയത് ഹാബീലിന്റെ ശരീരമാണ്. ആ ഹാബീലിന്റെ ഖബർ ഇന്നും കാണാ തൊട്ടടുത്ത തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് അബൂൽ ബക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്ന രാഷ്ട്രപതി കിടന്ന ആ രാമേശ്വരത്ത് ഇന്ന് പോയാലും നമുക്ക് കാണാം. സഹോദരങ്ങളെ, അവിടെ വെച്ചാണ് കൊന്നതത്രേ ചരിത്രം പറയുകയാണ്. കാരണം ആദ്യം വന്നത് സിലോണിലാണ്, ശ്രീലങ്കയിലാണ്. അവിടെ നിന്നാണ് എല്ലാ പിന്തുണയും തുടക്കം ആരംഭിച്ചത്. ഈ രാമേശ്വരത്താണ് ഖബറുള്ളതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഏതോ ആകട്ടെ സഹോദരങ്ങള്, ഹാബീൽ ശപിക്കപ്പെടുന്നു, ഹാബീൽ സ്മരിക്കപ്പെടുകയാണ്. എത്ര സംഭവങ്ങളാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആക്രമിച്ചതാരാണ്? ഫിർഔനാണ്. ഫിർഔനെ ശപിക്കപ്പെടുന്നു, മൂസാ നബി പ്രശംസിക്കപ്പെടുകയാണ്. നമ്രൂദ് ആരെ ഉപദ്രവിച്ചു? ഇബ്രാഹിം നബിയെ. ഇബ്രാഹിം നബിയുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം പറയുന്നു, നമ്രൂദിന്റെ പേര് കേൾക്കുമ്പോ ശപിക്കുകയാണ് എല്ലാവരും. അവര് ശാപത്തിനിരയായി. അബൂലഹബ് റസൂലുള്ളാഹിനെ ഉപദ്രവിച്ചു. അബൂലഹബിന്റെ പേര് കേൾക്കുമ്പോ എല്ലാവരും ശാപത്തിന്റെ വാക്ക് പറയുന്നു. മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോ ജീവനിൽ ഞാൻ സ്നേഹിച്ചുകൊണ്ട് അലൈഹിസ്സലാം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്ത് പീഡിപ്പിച്ചു. ഉമയ്യത്തിന്റെ പേര് കേൾക്കുമ്പോ ശാപവാക്ക് പറയുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു പറയുന്നു. ഹജ്ജാജ് ബിൻ യൂസുഫ് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ പീഡിപ്പിച്ചു. സഈദ് ബിൻ ജുബൈർ എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ പേര് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നു. അവസാനം എന്റെ സഹോദരങ്ങളെ, അക്രമികളെ എക്കാലവും ശപിക്കപ്പെടുകയാണ്. ആക്രമിക്കപ്പെട്ടവരെ എക്കാലവും സ്മരിക്കപ്പെടുകയാണ്. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ ദൂതർ പറഞ്ഞല്ലോ, ഇത്തഖൂ ദഅവത്തൽ മൽലൂലി ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്. നിങ്ങൾ പീഡിതന്റെ ദ്വാ, മർദിതന്റെ ദ്വാ നിങ്ങൾ ഭയപ്പെടണം. എന്തുകൊണ്ടെന്നറിയോ? മർദിതന്റെ പ്രാർത്ഥന നിങ്ങൾ ഭയപ്പെടണം. എന്തുകൊണ്ടെന്നറിയോ? ആ മർദിതനെ ദ്വാ പടച്ചവനെ സ്വീകരിക്കുന്നതാ. മർദിതന്റെ ദ്വാ പടച്ചവനെ സ്വീകരിക്കുന്നതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മർദിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അല്ല സ്വീകരിക്കുന്നുണ്ട്. എക്കാലവും മർദിതന്റെ പ്രാർത്ഥന അല്ല സ്വീകരിക്കുന്നുണ്ട്. മർദകാ നിന്റെ പ്രാർത്ഥന സ്വീകരിക്കൂല. ഒരു മാന പറഞ്ഞില്ലേ സഹോദരങ്ങളെ, ഈ വവ്വക്കാവിലോ അല്ലെങ്കിൽ വലിയ കുളങ്കരയിലോ അല്ലെങ്കിൽ ഓച്ചിറയിലോ അല്ലെങ്കിൽ കായംകുളത്തോ ഒരു മനുഷ്യനെ, പാവപ്പെട്ട ഒരു മനുഷ്യനെ ഉപദ്രവിച്ചെന്നിരിക്കട്ടെ. ഒരാൾ ഉപദ്രവിച്ചു, ആളുകളെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഉപദ്രവിച്ചു. ആ ഉപദ്രവിക്കപ്പെട്ട മനുഷ്യന്റെ മനസ്സ് വെന്ത് നേറുകയാ, അവന്റെ കണ്ണ് കലങ്ങുകയാ, അവന്റെ ഹൃദയം വല്ലാതെ വേദനിക്കുകയാ. ഇവനാണെങ്കിലോ മുട്ടുതിരുത്തിയിട്ട് ഇവനെ വലിയ ആളായി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടന്നു പോവുകയാ. അവസാനം എന്താ സംഭവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, രാത്രി ചെന്ന് കിടക്കുമ്പോ ഈ ആക്രമിച്ചവനെ കിടന്ന് നന്നായി തുടങ്ങുകയാ. അവനെന്ന് നല്ല ഉറക്കം വന്നു. കാരണം എന്താ? 4 ഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പുരുഷാരം കൈകൊട്ടുമ്പോ ഇവൻ അടിച്ചല്ലോ, മറ്റുള്ളവനെ തൊഴിച്ചല്ലോ, അവന് നല്ല ഉറക്കം കിട്ടുകയാണ്. പക്ഷേ അടികൊണ്ടവൻ ഉറങ്ങുന്നില്ല, മർദിവൻ ഉറങ്ങുന്നില്ല, ബിലാൽ ഉറങ്ങിയില്ല. അതുപോലെ മഹാനായ സഈദ് ബിൻ ജുബൈർ ഉറങ്ങിയില്ല, പിന്നാരങ്ങൾ ഉറങ്ങിയില്ല, ഹാബീൽ ഉറങ്ങിയില്ല, മൂസാ നബി ഉറങ്ങിയില്ല, ഇബ്രാഹിം നബി ഉറങ്ങിയില്ല. ഇന്നും പീഡിപ്പിക്കപ്പെടുന്നവർ ഉറങ്ങുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മർദിക്കുന്നവർ ഉറക്കം കൊണ്ട് ഉറങ്ങുന്നു. പക്ഷേ മർദകർ ഉറങ്ങുന്നില്ല. ഏതുപോലെയും അറിയോ? അവർ ഉണർന്നിരുന്നിട്ട് എന്താ ചെയ്യുന്നത്? ോ
يدعو عليك മറവിക്കപ്പെട്ടവന് ഉറങ്ങുന്നില്ല. അവന്റെ അഭിമാനം ചരച്ചരക്കപ്പെട്ടത്, അവന്റെ ശരീരം മുറിവേൽപ്പിക്കപ്പെട്ടത്, നാട്ടുകാരുടെ ബഹുമാനിക്കപ്പെടുന്നവരുടെ, സ്നേഹിക്കപ്പെടുന്നവരുടെ, ആദരിക്കപ്പെടുന്നവരുടെ മുമ്പിൽ വെച്ച് തന്റെ അഭിമാനം പിച്ചു ചിന്തപ്പെട്ടു. തന്നെ ഏതോ ഒരു വലിയ വാദിയാക്കി മാറ്റി. ആളുകളുടെ മുമ്പിൽ എന്റെ സഹോദരങ്ങളെ കണ്ടിട്ടില്ലേ? ആയിരക്കണക്കിന് നിരപരാധികളെ തടവറകളിൽ പിടിച്ചിട്ട്, ആയിരക്കണക്കിന് നിരപരാധികളെ തടവറകളിൽ പിടിച്ച് അവസാനം വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവരെ നിരപരാധിയാണെന്ന് പറഞ്ഞു വിടുമ്പോ നാട്ടിൽ വന്നാൽ ആളുകൾ ഒരു തീവ്രവാദിയുടെ മുഖത്ത് നോക്കുമ്പോഴാ നോക്കുന്നത്. ആളുകളൊക്കെ തീവ്രവാദിയുടെ ഗുണമെന്നാണ് വീടിനെപ്പറ്റി പറയുന്നത്. അവൻ ഏതെങ്കിലും തീവ്രവാദം പ്രവർത്തിച്ചവനാണോ? അവൻ വർഗീയവാദമുള്ളതാണോ? ഒരിക്കലുമല്ല. തെറ്റിദ്ധാരണയുടെ പേരിൽ പിടിക്കപ്പെട്ടതാണ്. വർഷങ്ങളോളം തടവറകൾക്കുള്ളിൽ പാർപ്പിച്ച് അവസാന കോടതി നിരപരാധിയാണെന്ന് പറഞ്ഞു വിടുമ്പോ അവന്റെ കുടുംബക്കാരുടെ പേര് തീവ്രവാദിയുടെ കുടുംബമായി. പക്ഷേ ഓർക്കണേ, പിടിച്ചു കൊടുത്തവന് ഉറക്കുകയാ, പിടിച്ചു കൊടുത്തവൻ ഉറങ്ങുകയാ, കൂട്ടി നിന്നവൻ ഉറങ്ങുകയാ. പക്ഷേ എന്താ ഉറക്കമില്ല, അവനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ വായുള്ളോഹിലും അള്ളാന്റെ കണ്ണുകൾക്ക് ഉറക്കമില്ല. ഉറങ്ങാത്തത് രണ്ടുപേരാണ്, പീഡിതനും അല്ലാഹു. അതുകൊണ്ടാണ് പറഞ്ഞത് വൈനുള്ളോഹിലും തനിമീ പടച്ചവന് ഉറക്കമില്ല, ഈ മനുഷ്യനും ഉറങ്ങുന്നില്ല. അതുകൊണ്ടല്ലേ ഹബീബ് പറഞ്ഞത് നീ പീഡിതന്റെ പ്രാർത്ഥന നീ ഭയപ്പെടണം. കാരണം ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ്, അല്ലാഹുവിന്റെയും അവന്റെയും ഇടയിൽ മറകളൊന്നുമില്ല. ഇത് ഏത് രീതിയിലുള്ള ഉപദ്രവമാണ്? തടവറകൾ കൊണ്ടുപോകുന്ന ഉപദ്രവം മാത്രമല്ല, നടുറോട് ഉപദ്രവിക്കുന്നത് മാത്രമല്ല, ഒരു വാക്കുകൊണ്ടോ, ഒരു നോക്കുകൊണ്ടോ, ഒരു പ്രവൃത്തി കൊണ്ടോ നിന്റെ കൂടപ്പുറപ്പിനെ, നിന്റെ സഹോദരനെ, നിന്റെ സഹോദരിയെ ഫേസ്ബുക്കിലെ ഒരു വാക്കുകൊണ്ടോ, ഒരു കമന്റ് ബോക്സിലെ ഒരു വാക്കുകൊണ്ടോ, ഒരു ഷെയർ കൊണ്ടോ, ഒരു ലൈക്ക് കൊണ്ടോ, ഒരു പോസ്റ്റ് കൊണ്ടോ നിന്റെ സഹോദരനെ നീ വേദനിപ്പിച്ചാൽ പടച്ചവനാണ് സത്യം, അല്ലാഹുവാണ് സത്യം. നീ സുന്ദരമായിട്ട് വിജയ ശ്രീലാളിതനായി കിടന്നുറങ്ങൂ. പക്ഷേ ഇനി ആരെ പറ്റിയാണ് കമന്റ് ഇട്ടത്, ആരെ പറ്റിയാണ് ഷെയർ ചെയ്തത്, ആരെ പറ്റിയാണ് പോസ്റ്റ് ചെയ്തത്, ആരുടെ കാര്യത്തിലാണ് നീ ലൈക്ക് ചെയ്തത്, അവന് ഉറക്കമില്ല. അതുപോലെ സുബ്ഹാനമല്ല യനാമുവലായ സുഹൂ, ഉറക്കമില്ലാത്ത മറവിയില്ലാത്ത അല്ലാഹ്, സർവാധിപതിയായ അല്ലാഹ്, സർവജ്ഞനായ അല്ലാഹ്, സർവലോക സത്യശ്രീ സംഹാരകർത്താവായ അല്ലാഹ്, സർവേശ്വരനായ അല്ലാഹ്, ആ പടച്ചവനും ഉറക്കമില്ല. മനസ്സെങ്ങാനും ഉരുകിയിട്ട് അല്ലാഹുവേ നാട്ടുകാരുടെ മുമ്പ്, ജനങ്ങളുടെ മുമ്പ്, സോഷ്യൽ മീഡിയയുടെ മുമ്പ് എന്നെ നാട്ടിച്ചവനെ നീ കൈകാര്യം ചെയ്യണമെന്നാണ് മനസ്സിലുകയെന്ന് മുമ്പ് പ്രാർത്ഥിച്ചു പോയാ സഹോദരങ്ങളെ, ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ്, അല്ലാഹുവിന്റെയും അവന്റെയും ഇടയിൽ ഒരു മറകളൊന്നുമില്ല. കാരണം രണ്ടുപേരും ഉണർച്ചയിലാണ്, നീ ഉറക്കത്തിലാണ്. അതുകൊണ്ട് പഠിച്ചത് പ്രാവർത്തികമാക്കണോ? വാഴ പറഞ്ഞാ പോരാ, വാഴ സംഘടിപ്പിച്ചാ പോരാ, വാഴിന്റെ സംഘാടകരാണെന്ന് അവകാശപ്പെട്ടാ പോരാ, വർഷങ്ങളോളം പരിപാടി നടത്തിയെന്ന് പറഞ്ഞാ പോരാ, ഇഷ്ടംപോലെ വാഴ കേട്ടിട്ടുള്ളവരാണെന്ന് പറഞ്ഞാ പോരാ. ജീവിതത്തിലത് പ്രാവർത്തികമാക്കണം. അകക്കാം വിട്ടിട്ടാണ് വയല് കേൾക്കേണ്ടത്, ഉത്സാഹത്തോടു കൂടിയിട്ടാണ് വയല് കേൾക്കേണ്ടത്, അകക്കാമ്പിലാണ് വയല് സ്വീകരിക്കേണ്ടത്. ചുണ്ടിൽ നിന്ന് കാതിലേക്കുള്ള ഒരിക്കലും പാസിംഗല്ല പ്രസംഗം, അതിന്റെ പേര് ആസ്വാദനമെന്നാണ്. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള പാസാണ്, കൈമാറ്റമാണ് വയല്. അതുകൊണ്ട് വയല് കൊണ്ട് ഉപകാരം നേടണോ? ആ 80 പെട്ടി അറിവ് ശേഖരിച്ച മനുഷ്യനോട് ആ നാട്ടിലെ പ്രവാചകന്റെ ഉത്ബോധനമാണ്, നീ ദുനിയാവിനെ ഇഷ്ടപ്പെടരുത് പറ്റിയ വീടല്ല, നീ ശൈത്താന്റെ കൂട്ടുകാരനാകരുത് പറ്റിയ കൂട്ടല്ല, നീ ഒരിക്കലും ആരെ ഉപദ്രവിക്കരുത്, അത് നിനക്ക് പറ്റിയ പണിയുമല്ല. ഇത് മൂന്നും നീ സ്വീകരിച്ചാൽ നിനക്ക് 80 പറ്റിയെന്നല്ല, 8 കാര്യങ്ങളും അത് നിനക്ക് രക്ഷപ്പെടാണ് ജീവിക്കാറ്. പക്ഷെ ഇത് മൂന്നും ഉൾക്കൊള്ളാപ്പെടുത്തോളം കാലം 8 ലക്ഷം പെട്ട് നീ ശേഖരിച്ചാൽ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോടും എന്നോടും പറയാനുള്ളത്, ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ടാകണം നമ്മുടെ പ്രവർത്തനം.
പ്രവർത്തനങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.